പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 65ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദൈവന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ മാത്യു തോമസ് ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ സൗദി അറേബ്യ ജിദ്ദയിൽ നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. പ്രിയ ദേവദാസിന്റെ സ്വദേശം മാവേലിക്കരയാണ്. ഇപ്പോൾ ജിദ്ദയിൽ ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് സ്തുതിക്കുന്നു. ജിദ്ദയിലുള്ള കാർമേൽ ഫെലോഷിപ്പ് ചർച്ച് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ കൃപയൊന്നു മാത്രമാണ് ദേശന്യ കടന്നു വരുവാനും ദൈവവചനമായി നിൽപ്പാൻ സ്വർഗമൊരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത സകല മഹത്വം ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. അതുപോലെ എന്നെ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ ഡെന്നിസ് വേർ, പ്രിയപ്പെട്ടവരിലൂടെ കർത്താവ് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രവർത്തനങ്ങൾക്ക് കർത്താവ് ഇരട്ടി പ്രതിഫലം നൽകട്ടെ. പ്രിയപ്പെട്ടവരുടെ വൈഫ് ഇവിടെ ആയിരിക്കുന്ന സിജി ഡെന്നീസ്, പ്രിയപ്പെട്ടവളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തിരക്കേറിയ പട്ടണത്തിൽ ജോലിയുടേതായ മറ്റു തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ മധ്യത്തിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇങ്ങനെയുള്ള മുഖാന്തരങ്ങളൊക്കെ ചെയ്യുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് ഇത് വിടുതലും അനുഗ്രഹമായി തീരട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി പ്രതിഫലം തരട്ടെ. ഇത് അനേകർക്ക് വിടുതലാക്കി തീർക്കട്ടെ. അപ്പോൾ തന്നെ ഈ കൂട്ടായ്മയിൽ എൻ്റെ സ്നേഹിതരായ കർത്തദാസന്മാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, പ്രിയപ്പെട്ടവരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നോർത്ത് ഇന്ത്യന്നൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്ന ദേവദാസന്മാർ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത പാസ്റ്റർ ജിനു തങ്കച്ചനെ ഗോവയിൽ നിന്ന് പ്രിയ കർത്തദാസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടാനും അത് കേൾക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെ സ്വർഗം ഒരിക്കൽ നല്ല സാവകാശത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ശാരീരികമായ ക്ലേശത്തോടെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പ്രാർത്ഥിച്ച പ്രിയ മാതാവിനെ കർത്താവ് സഹായിക്കട്ടെ, അത് വിടുതലാക്കി കർത്താവ് തീർക്കട്ടെ. മറ്റ് ജോയിൻ ചെയ്തിരിക്കുന്ന വിവിധ ടൈം സോണുകളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാട്ടിലാണെങ്കിൽ നല്ല രാത്രി അർദ്ധരാത്രിയോ ഏകദേശമാകുന്നു. എങ്കിലും അവിടെ നിന്നൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇന്ന് രാത്രി ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ജോയിൻ ചെയ്തത് ഒന്നിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ അത് വിടുതലായി തീരും, ആശ്വാസമായി തീരും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ആമേൻ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. അധിക സമയം പറഞ്ഞ് സമയം ഞാൻ കളയുന്നില്ല. നമുക്കറിയാം, നമ്മൾ എത്തപ്പെട്ട് നിൽക്കുന്ന ഈ കാലഘട്ടം, ഈ സമയമെന്ന് പറയുന്നത് ഒരു വല്ലാത്ത പ്രതികൂലത്തിന്റെ നടുവിലാണ്. ലോക നേതാക്കന്മാരൊക്കെ വല്ലാത്ത പരിഭ്രാന്തിയിലായിരിക്കുക. സ്തോത്രം. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ വളരെ വല്ലാത്ത വിഷമത്തിലും ഭാരത്തിലുമൊക്കെ ആയിരിക്കും. നമ്മുടെ ചിന്തയിലോ ഒന്നുമില്ലാത്ത, നമ്മുടെ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത തരത്തിൽ പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാനത് വിശദീകരിക്കുകയല്ല, എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചുണർത്തി എന്ന് മാത്രമേ ഉള്ളൂ. നിലയാത്ത നിമിഷങ്ങളിൽ സംഭവിക്കാൻ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലൊക്കെ പല സംഭവങ്ങൾ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ജനം പരിഭ്രാന്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവമക്കൾക്ക് കർത്താവ് എന്ന പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. നാളെ എന്താകുമെന്ന് നമുക്ക് അറിയത്തെങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. അത് നമ്മുടെ പ്രാണപ്രിയൻ വരുമെന്നുള്ളതാ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ അരികെ വാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഇന്ന് രാത്രി ഒന്നിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവിക വിടുതലുകൾ, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക ആശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പകരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ വിഷയത്തിൽ ചോദിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ചില മാസങ്ങൾക്ക് മുൻപ് ഒന്നിച്ച് ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ ഇടയായി ദൈവവചനവുമായിട്ട്. അന്ന് നമ്മൾ ചിന്തിച്ച വിഷയം ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകില്ല. നമ്മൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ മാസത്തിലും എല്ലാ ദിവസവും ഇടതടവില്ലാതെ ഇങ്ങനെ വചനം കേൾക്കുന്നതുകൊണ്ട് എന്താ കേട്ടതെന്നൊക്കെ ചിലപ്പോൾ നമ്മളങ്ങ് മറന്നുപോകും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കഴിവാണ്
ഈ മറവി എന്നുള്ളത്. ഈ ദൈവദാസന്മാരെ സംബന്ധിച്ച് ഞങ്ങൾക്കത് ഒരു വലിയ അനുഗ്രഹമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മറക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പറയാൻ പറ്റും. സ്തോത്രം, ആമേൻ. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. എങ്കിലും കർത്താവ് സഹായിക്കട്ടെ. പല കാര്യങ്ങൾ പലത് പറഞ്ഞു പോയത് വീണ്ടും പറയുന്നെങ്കിൽ വിരസത ഉളവാകത്തില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ മറന്നിട്ടുണ്ടാകുമല്ലോ. എനിവേ, എന്തായാലും നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാൻ വളരെ പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടെ ഇരിക്കാൻ. ഞാൻ വേഗത്തിലായിരിക്കും പോകുന്നത്. അല്പം സ്പീഡ് കൂടുതലാണ്. നടക്കാൻ സ്പീഡ് കുറവാണെങ്കിലും സംസാരത്തിന് വളരെ സ്പീഡ് ഉള്ളത് കൊണ്ട് ഇപ്പം സ്പീഡിലായിരിക്കും പോകുന്നത്. ചിലപ്പോൾ കുത്തും കോമയൊക്കെ ഇടാൻ ചിലപ്പോൾ മറന്നുപോയെന്ന് വരാം. അത് നിങ്ങളങ്ങ് പൂരിപ്പിച്ചാൽ മതി. അവിടെ ഇരുന്ന് മുറുക്കി ആകരുത്, പതുക്കെ. അങ്ങനെ നമുക്കങ്ങ് പോകാം മുന്നോട്ട് അല്പസമയം. ഞാനൊരു വേദഭാഗം വായിക്കുന്നു. കഴിഞ്ഞ തവണ മീറ്റിങ്ങിന് ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ വൈഫ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. വചനമൊക്കെ വായിച്ച് എന്നെ സഹായിച്ചു. പക്ഷെ ഇന്ന് പ്രിയപ്പെട്ടവർക്ക് ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടിയിൽ നിന്ന് ജോലി ചെയ്തിട്ടുണ്ട്. എങ്കിലും വചനമൊന്നും വായിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ ആ കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതുകയാണ്. ഈ രണ്ട് കാര്യം കൂടെ ചെയ്തൊരു നല്ല തഴക്കം എനിക്ക് കുറവാണ്. എങ്കിലും കഴിവുള്ളിടത്തോളം ഞാൻ ശ്രമിക്കാം. ഞാൻ തന്നെ വചനങ്ങളൊക്കെ വായിക്കാം. വായിക്കുന്ന ഒരു വേദഭാഗം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ അവസാന വേർഡാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുക്കുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ അവസാന വാക്യമാണ്. എക്സോഡസ് ചാപ്റ്റർ 1 വേഴ്സ് 14, ലാസ്റ്റ് വേർഡ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കയ്പാക്കി. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ വാക്യം വായിക്കുകയാണ്. സകല പ്രയത്നത്താലും, അല്ലെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് വായിച്ചാൽ, അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കയ്പാക്കി. സ്തോത്രം. പ്രിയരെ, ശ്രദ്ധിക്കണമേ. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ജീവൻ കയ്പായതല്ല, ജീവനെ കയ്പാക്കിയത്. സ്തോത്രം. എന്താന്ന് ചോദിച്ചാൽ, സാഹചര്യങ്ങൾ കൊണ്ട് അവർ അവരുടെ ജീവിതത്തെ കയ്പാക്കി മാറ്റി. ഇന്ന് രാത്രി ഈ വചനം ശ്രദ്ധിക്കുന്നവർ, ആമേൻ, ഇത് യൂട്യൂബിലൊക്കെ വരുമല്ലോ, പിന്നീടാണെങ്കിലും ഈ വചനം കേൾക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. ജീവിതത്തെ പല തിക്താനുഭവങ്ങൾ കൊണ്ടോ, ജീവിതത്തിൽ വന്നു ഭവിച്ച ആമേൻ ചില കാര്യങ്ങൾ കൊണ്ടോ, ചില പ്രതികൂലങ്ങൾ കൊണ്ടോ, ചില പ്രതിസന്ധികൾ കൊണ്ടോ, വിചാരിക്കാത്ത രീതിയിൽ, ആമേൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതത്തിൽ വന്നു ഭവിച്ച ചില തിക്താനുഭവങ്ങൾ കൊണ്ടോ ജീവിതം കയ്പാക്കി മാറ്റിയ ജീവിതങ്ങൾ ഉണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ എത്ര പേർ ആമേ പറയും? സ്തോത്രം. ആമേൻ. ജീവിതത്തെ കയ്പാക്കി മാറ്റിയവർ, അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നു ഭവിച്ച ആമേൻ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അറിഞ്ഞോ ഒക്കെ ജീവിതത്തെ കയ്പാക്കി മാറ്റിയിട്ടുണ്ട്. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, നമ്മളൊക്കെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാണല്ലോ. എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാരും കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരാ. വളരെ സ്വപ്നത്തോടെ, വളരെ പ്രതീക്ഷയോടെ, ആമേൻ പല പല സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് കണ്ടുകൊണ്ടൊക്കെയാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് നാളുകൾ കഴിയുന്നതിന് മുമ്പേ എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുള്ള പലരും ഉണ്ടാകാം. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രാരംഭത്തിൽ പറയാം, ആമേൻ, ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കുന്ന വിഷയത്തിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ആമേൻ. കൈപ്പേറിയ ജീവിതത്തെ മധുരമാക്കി തീർക്കുന്ന ദൈവസ്നേഹം. ഈ കൂട്ടായ്മയുടെ പേര് തന്നെ ഗോഡ് ഈസ് ലവ് എന്ന, ദൈവം സ്നേഹമാകുന്നെന്ന. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ, ജീവിതയാത്രയിലെ ഏതെങ്കിലും മേടുകളിൽ നിന്റെ ജീവിതം കയ്പായി തോന്നിയെങ്കിൽ അതിനെ മധുരമാക്കി തീർക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ടോ? ആമേൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി ചേർന്ന ദൈവത്തോട് പറയാൻ കഴിയും, എന്റെ കൈപ്പേറിയ ജീവിതത്തെ മധുരമാക്കി തീർത്ത ആ ദൈവസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ സാക്ഷ്യത്തിന് സമയം തന്നാൽ നിങ്ങളുടെ കൈപ്പേറിയ അവസ്ഥയെ മാറ്റിയ സമയം പറയാൻ ഇന്ന് രാത്രി വെളുക്കുന്നിടം വരെ പറഞ്ഞാലും ചിലപ്പോൾ സമയം തികഞ്ഞെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഞാൻ തന്നെ ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു വിടാം. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. കർത്താവേ, ആമേൻ, എന്റെ ജീവിതം കൈപ്പേറിയതായിരുന്നല്ലോ, ചില കയ്പ് നിറഞ്ഞ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ, എന്നാൽ അങ്ങത് മാറ്റി മധുരമാക്കിയത് കൊണ്ട് അങ്ങയ്ക്ക് സ്തോത്രം എന്ന് പറഞ്ഞു ആമേൻ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഇനിയും ജീവിതത്തിൽ വരാൻ പോകുന്ന കയ്പുകളെ ദൈവം മധുരമാക്കി തരും. വചനത്തിൽ
നമ്മളിങ്ങനെ പറയുന്നുണ്ട്, പത്രോസേ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനോ ആമേൻ പല പ്രാവശ്യം എന്നോട് അനുവാദം ചോദിച്ചപ്പോഴും നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിനോ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുക, നിനക്ക് വേണ്ടി ഇടിവിൽ നിന്നതാണെന്ന് ആമേൻ വചനം പറയുന്നത് പോലെ ഇന്ന് രാത്രി പറയണം, ജീവിതത്തിൽ ലഭിച്ച വന്ന കയ്പുകളെയൊക്കെ ദൈവം മാറ്റി മധുരമാക്കിയെങ്കിൽ ആമേൻ ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ വരാൻ പോകുന്ന കയ്പുകളെ ദൈവം മധുരമാക്കി മാറ്റും. ആമേൻ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്ന് രാത്രി അത് ജീവിതത്തിൽ അനുഭവിക്കാൻ പോവുകയാണ്. ആമേൻ വിശ്വസിക്കുന്ന ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. അപ്പോൾ ഇവരുടെ ജീവിതത്തെ കയ്പാക്കി മാറ്റിയതാ, കയ്പായതല്ല, കയ്പാക്കിയതാ. അപ്പൊ നമ്മൾ സ്വതവേ എന്തെങ്കിലുമൊക്കെ വന്നു ഭവിച്ചാൽ നമ്മൾ പറയാം, മാനുഷ്യമായിട്ടൊക്കെ പറയാറുണ്ട്. ഒത്തിരി പേര് പറയാറുണ്ട്, എന്റെ തലയിൽ എഴുത്താ. ഞാൻ ഒത്തിരി നോക്കിയിട്ടുണ്ട്. ഈ കഷണ്ടിയായിട്ട് തലയിൽ സൂര്യൻ പോലും ഉദിച്ചിരിക്കുന്ന കഷണ്ടിയൊക്കെ കണ്ട് ഞാനിങ്ങനെ അവർ പോലും അറിയാതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, അവിടെ കാണാൻ വല്ല എഴുത്തുണ്ടോ എന്നൊക്കെ. ഒന്നും കണ്ടിട്ടില്ല. പിന്നെ വരയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലരും പറയാറുണ്ട് എന്റെ തലയിൽ വരയാന്നൊക്കെ. ആ വര ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. സ്വോത്രം. അപ്പൊ ഞാന് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കണ്ടിട്ടില്ല. എനിവേ, എന്തായാലും നമ്മളൊരു കാര്യത്തെ കയ്പാക്കിയതാണെങ്കിൽ വന്നു ഭവിച്ചതല്ല ആയത്. എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ കയ്പായത് എന്ന് നമുക്ക് ഓടിച്ചൊന്ന് ചിന്തിച്ചോ. ഞാൻ അങ്ങ് പുതിയ നിയമത്തിലോട്ട് കടക്കും. ആമേൻ. പലരും പറയാറുണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അയ്യോ ഇതും പഴയ നിയമത്തിൽ നിന്നാണോ തുടക്കം? അതല്ലേ, പഴയതിൽ നിന്ന് പുതിയതിലോട്ട് വരുന്നതല്ലേ നല്ലത്. സ്വോത്രം. ആമേൻ. പുതിയതിൽ തന്നെ നിന്നാലോ, പഴയതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. അത് നിഴലും ഇത് പൊരുളുമാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് നിഴലിൽ നിന്ന് തുടങ്ങാം, തുടങ്ങിയിട്ട് അങ്ങ് പൊരുളിലോട്ട് എത്തിച്ചേരാം. സ്വോത്രം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം എല്ലാവർക്കും. ആമേൻ. ഞാൻ ഒരിക്കൽ കൂടെ വന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങിയ ആമേൻ. സ്വോത്രം. ഈ ജനം അബ്രഹാമിന്, ഇവിടെ പിതാവായിരുന്ന അബ്രഹാമിനോട് ആമേൻ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് ചെന്നാൽ അവിടെ ദൈവവും അബ്രഹാമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ആ ഉടമ്പടിയുടെ സന്ദർഭത്തിൽ ആമേൻ അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്റെ സന്തതി അന്യദേശത്ത്, സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി. അടിമ എന്ന് പറഞ്ഞാൽ ഇത് വായിക്കാം, ഞാൻ വാക്യം വായിക്കാം. അപ്പോൾ അബ്രഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും, അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. സ്വതന്ത്രം. അപ്പൊ അബ്രഹാമിനോട് പറഞ്ഞതാ. അബ്രഹാമിനോട് ഈ ഉടമ്പടി സമയത്ത് ദൈവം ദൂത് പറഞ്ഞൊരു ആലോചന പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായി കഴിയും, അവരെ സേവിക്കും, ആ ദേശക്കാരെ സേവിക്കും, അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. പക്ഷേ അബ്രഹാമിന്റെ ജീവിതകാലത്ത് അത് സംഭവിച്ചില്ല. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ കാലത്തും അത് സംഭവിച്ചില്ല. അബ്രഹാമിന്റെ കൊച്ചുമകനായിരുന്ന യാക്കോബിന്റെ കാലത്ത്, അവന്റെ പ്രായാധിക്യത്തിലായിരിക്കുന്ന സമയത്ത് ആമേൻ അത് സംഭവിക്കാൻ ഇടയായി. സ്തോത്രം. അവനെ യാക്കോബിന് ഏകദേശം 130 വയസ്സായി ഇരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഈ യാക്കോബ് എല്ലാം കൂടെ അങ്ങ് അവിടോട്ട് പോയി. എവിടാ? അങ്ങ് മിസ്രൈമിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോ സ്തോത്രം യാക്കോബിനോട് ചോദിച്ചു, നിനക്ക് എത്ര വയസ്സായെന്ന് ഫറവോൻ ചോദിച്ചു. ഫറവോൻ യാക്കോബിനെയൊക്കെ കണ്ടപ്പോ ഒത്തിരി ഞാൻ വിചാരിക്കും നരച്ച മുടി ആടിയൊക്കെ ആയിട്ട് എന്നെ പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോണ്ട് യാക്കോബിനോട് ഒരു സംശയം ചോദിച്ചു, എത്ര വയസ്സായി? യാക്കോബ് പറഞ്ഞ വയസ്സ് ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. പറഞ്ഞു ഇങ്ങനെയാണ്, ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലാണ് ഇങ്ങനെ, ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോ യാക്കോബ് ഫറവോനോട്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു, എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമത്രേ, എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല. സ്വതന്ത്രം. കേട്ടോ. അപ്പൊ നല്ല രസകരമായി ഈ കണക്കൊക്കെ പിള്ളേരോട് ചോദിക്കുന്ന പോലെ അതുപോലാണ് യാക്കോബ് തന്റെ വയസ്സ് പറഞ്ഞത്. അപ്പോ 130 വയസ്സായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എന്റെ പരദേശ പ്രയാണത്തിന്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് 130 എന്ന് പറഞ്ഞാൽ യാക്കോബ് ഇതുവരെയും ഒരു സ്വന്തം നാട്ടിൽ എത്തിയിട്ടില്ലെന്ന പരദേശവാസിയാ അവൻ. അങ്ങനെയാണെങ്കിൽ നമ്മളും പ്രിയരെ, ഈ നാട് നമ്മുടെ സ്വന്തമല്ല, ഇത് നമ്മളും പരദേശികളാ.
കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആയുസോളും ഈ പരദേശവാസം നമ്മൾ ചെയ്യും. എന്നിട്ട് നിശ്ചയമായ ഒരു വീട് നമുക്കുണ്ട്, അവിടെയൊക്കെ നമ്മൾ ചിറകടിച്ചുയരും. എന്റെ ചിന്ത പറയുകയാണെങ്കിൽ ലോക സംഭവങ്ങൾ നമ്മൾ വിളിച്ചറിയിക്കുന്നതോ ആ സമയം ആസന്നമല്ല. ആമേൻ. എത്രയും വേഗം വരുവാനുള്ളവൻ വരും നിശ്ചയം. അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ മുഖാന്തരമായി തീരട്ടെന്ന് ഞാൻ ആത്മാവിൽ പ്രത്യാശിക്കുകയാ. സ്വതന്ത്രം. അപ്പോ അങ്ങനെ യാക്കോബിന്റെ വാർദ്ധക്യ കാലത്തിലെത്തിയപ്പോൾ ഈ ജനം മിസ്രൈമിലെത്തി അങ്ങോട്ട് യാത്ര തുടങ്ങി. അവര് ഗോശൻ ദേശത്ത് വന്ന് പാർത്തു. അവിടെ നിന്ന് അവര് സന്തോഷമായിട്ട് ജീവിതം കഴിക്കുക. അങ്ങനെ ജീവിതം കഴിച്ച് മുന്നോട്ട് പോയി യാക്കോബ് മരിച്ചു. യാക്കോബ് തന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച വിഷയം ഇതായിരുന്നു, ദൈവത്തിന്റെ സന്ദർശനം എന്നതായിരുന്നു. ഞാനത് പറയാതെ വിട്ടുപോയി. അപ്പൊ ദൈവിക സന്ദർശനം എന്നതായിരുന്നു നമ്മുടെ വിഷയം. അപ്പൊ യാക്കോബ് യോസേഫൊക്കെ അവരോട് പറഞ്ഞിട്ട് ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന നിശ്ചയം. അപ്പൊ നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ സന്ദർശനം എന്തിനു വേണ്ടിയിട്ടല്ല, ന്യായവിധിക്കല്ല, നിങ്ങളെ ഒന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ ഓരോ സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചത് കൊണ്ടാണ് നാം ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഈ രാത്രി ഇത്രത്തോളം അർദ്ധരാത്രിയായിട്ടും നാട്ടിൽ നിന്നൊക്കെ ജോയിൻ ചെയ്ത് ഉറങ്ങാതെ നിൽക്കുന്നവര് എന്തിനാ ചോദിച്ചാൽ ദൈവത്തിന്റെ സന്ദർശനം പല സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടാ. ആമേൻ. ഉറക്കമുളച്ചാണെങ്കിലും ഈ പ്രാണപ്രിയനോടൊന്ന് ചേർന്നിരിക്കാൻ, അടുത്തിരിക്കാനുള്ള ആവേശത്തോടെ ഇരിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സ്തോത്രം. അങ്ങനെ ഈ ദേശത്ത് ഇവർ പാർത്തു. കൃപയാൽ അവർ 70 പേർ, യാക്കോബ് അവന്റെ സന്തതികളും പുത്രന്മാരും എല്ലാവരും കൂടെ 70 പേർ അവിടോട്ട് വന്നു. അവിടെയൊക്കെ നമ്മൾ അവസാന വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ സ്തോത്രം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ജോസഫ് അവർക്ക് എല്ലാമായിരുന്നു. യാക്കോബിന്റെ കാലം കഴിഞ്ഞ് ജോസഫിന്റെ സഹോദരന്മാർ യാക്കോബ് മരിച്ചെന്നറിഞ്ഞപ്പോൾ വളരെ ഭയപ്പെട്ട് അവർ ഓടിയെത്തി. അവര് യോസഫിന്റെ അടുക്കൽ വന്ന് അവരുടെ മുൻപിൽ വീണെന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നതൊക്കെ. അവിടെ വീണിട്ട് സഹോദരനോട് യോസഫിനോട് പറഞ്ഞ് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ നിന്നോട് ചെയ്ത അതിക്രമങ്ങളൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് ദൈവത്തിന്റെ ദാസന്മാരാന്നൊക്കെ പറയാൻ ഭയങ്കര കഴിവൊക്കെയാ. പക്ഷെ ചെയ്ത പാതകം എന്താണെന്നുള്ളത് ഒരു ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതാ. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ ഇവർ അതൊക്കെ പറഞ്ഞു. ജോസഫ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട, സ്തോത്രം, ഞാൻ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ പോറ്റി രക്ഷിക്കാമെന്ന. അവൻ 50-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 50-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം തൊട്ട്, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ച് ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച, ധൈര്യപ്പെടുത്തി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മളൊരു നല്ല യോസേഫ് ആകുന്ന കർത്താവിന്റെ പാദപീഠ അടുത്ത് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ ഇരിക്കാം, ഭയപ്പെടേണ്ട. അവൻ നമ്മെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമാ. അവന്റെ പാദപീഠയാ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത്. രാത്രി അവൻ മനസ്സിനെ അലട്ടുന്ന, അവൻ ജീവിതം കയ്പായി തീർന്ന ഏതെങ്കിലും അവസ്ഥയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ രാത്രി ഞാൻ പറയാം, ഭയപ്പെടേണ്ട. എന്റെ കയ്പിനെ മധുരമാക്കുന്ന ഒരു ദൈവമുണ്ടോ? ആമേൻ. കയ്പിനെ മധുരമാക്കി തീർക്കുന്ന ദൈവസ്നേഹമുണ്ടോ? ഇന്ന് രാത്രി നിറയപ്പെടേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവൻ അങ്ങനെ അനന്തരം യോസേഫ് മരിച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് ഭരണമേറ്റു. അതോടെ ആ ജനത്തിന്റെ കഷ്ടകാലം തുടങ്ങി. സ്തോത്രം. അവരുടെ കഷ്ടകാലം ആരംഭിച്ചു. ആ ജോസഫിനെ അറിയാത്ത രാജാവായി ഇവരെണ്ണത്തിലൊക്കെ പെരുകി നിൽക്കുന്നത് കണ്ടപ്പോ ഇവരെ ഭയപ്പെട്ടെന്ന് നമ്മൾ പുറപ്പാട് ദിവസം 1-ാം അധ്യായം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അവരെ കണ്ട് ഭയപ്പെട്ടു. എന്നിട്ട് ഇവരെ കഠിനമായ വേല ചെയ്യിക്കാൻ തുടങ്ങി. കഠിന വേലയും കാര്യങ്ങളും ചെയ്ത് ഈ കഠിനമേറിയ വേല എന്തുകൊണ്ടാ കൈപ്പാക്യം നമ്മൾ വായിച്ച ആ 13-ാം വാക്യം തൊട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും. മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. കളിമണ്ണ് മിഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവർത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ജയിച്ച സകല പ്രയത്നത്താലും അവരുടെ ജീവനെ കൈപ്പാക്കി. കൈപ്പാക്കേണ്ടതുകൊണ്ടാക്കിയതല്ല.
സ്തോത്രം. സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതാ. ആമേൻ. സമാധാനത്തോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതാ. സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് വരെ ജോസഫ് അവിടെ ജീവനോടെ ഉള്ള കാലത്തോളം ജോസഫിനെ അറിയാത്ത ഒരുവൻ അധികാരത്തിൽ വന്നതോടുകൂടി ഇവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു, ഇവരുടെ സമാധാനം നഷ്ടപ്പെട്ടു, ഇവരുടെ ആനന്ദം നഷ്ടപ്പെട്ടു. ആമൻ. സകല വിധത്തിലും ഇവരുടെ സകല സന്തോഷങ്ങളും ആമൻ തകർക്കപ്പെടാനിടയായി. ഇവരറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ജീവനെ കൈപ്പാക്കി മാറ്റി. പ്രിയരെ, നമുക്കൊക്കെ ഈ ലോകത്ത് ജനിക്കാൻ കർത്താവ് ഒരവസരം തന്നു. ആമേൻ. ഇത്രത്തോളം വളരാനൊക്കെ ദൈവം നമുക്കൊരിടയാക്കി. ജീവിത സാഹചര്യങ്ങൾ എവിടൊക്കെയോ കയ്പ് മണത്തിട്ടുണ്ട്, കയ്പ് രുചിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ അറിയാതെ കയ്പിന്റെ അവസ്ഥകൾ വന്നിട്ടുണ്ട്. കഠിന വേദനയുടെ ആമേൻ ഭാരത്തിന്റെ പ്രതികൂലത്തിന്റെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ ആമേൻ, ഈ പ്രതിസന്ധി വന്നത് കൊണ്ടല്ലേ, ഈ കയ്പ് ജീവിതത്തിൽ വന്നത് കൊണ്ടല്ലേ കയ്പ് താറ്റുന്ന നാഥനെ കാണാനൊരു കൃപ ചെയ്തത്. ആമേൻ. ഭക്തൻ ഇങ്ങനെ പറഞ്ഞത്, കഷ്ടത്തിലായതോ എനിക്കേറെ ഗുണമായി. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവിനെ കാണാനിടയായെന്ന്. സ്തോത്രം. അപ്പോൾ ഇവര് നമ്മൾ വായിച്ചു വന്ന ഭാഗം ഇവിടെ ഇവരങ്ങോട്ട് വല്ലാതെ കഷ്ടത ജയിച്ചു, കഷ്ടതയിലായി, പ്രയാസത്തിലായി, പ്രതികൂലത്തിലൊക്കെ ആയപ്പോ ഇവര് അവരുടെ ജീവിതത്തെ കയ്പാക്കി മാറ്റി. സ്തോത്രം. അങ്ങനെ ഇവര് കയ്പേറിയ അവസ്ഥയിൽ മുന്നോട്ട് പോവുക. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരെ ഇത്രത്തോളം ജീവിതം കയ്പായെങ്കിലും, ഇത്രയും കഠിന പ്രയത്നത്തിലാണെങ്കിലും, പ്രതികൂലത്തിന്റെ നടുവിലാണെങ്കിലും ആമേൻ, ദൈവം അവരെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പിനായിട്ട് പറയാം. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ നിന്റെ സന്തതി 400 വർഷം അന്യദേശത്ത്, സ്വന്തമല്ലാത്ത ദേശത്ത് അവരെ സേവിക്കും, ഞാൻ അവരെ വർദ്ധിപ്പിക്കും. 400 സംവത്സരമാകുമ്പോൾ ഞാൻ അവരെ മടക്കി കൊണ്ടുവരുമെന്നാ. പക്ഷേ ഈ ജനം മടങ്ങി വന്നത് 430 എന്നൊക്കെയാ. 30 വർഷം കൂടെ നീണ്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞ ഭാഗം അങ്ങ് വിടാം. എന്താണെന്നറിയാമോ പ്രിയരെ ദൈവജനമേ, നിങ്ങളോട് ദൈവത്തിന്റെ ദൂത് അരുളി ചെയ്തിട്ടുണ്ടാകാം. ദൈവാത്മാവ് നിങ്ങളോട് പ്രവചനാത്മാവിൽ പലരിലൂടെ ദൂത് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവാത്മാവിലാണ് പറഞ്ഞെങ്കിൽ സമയം മാറിയേക്കാം, പക്ഷെ പറഞ്ഞത് മാറത്തില്ല. സ്തോത്രം. മനസ്സിലായവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പറഞ്ഞത് മാറത്തില്ലെന്ന്. സമയം ചിലപ്പോൾ അല്പം കൂടെ നീണ്ടുപോയേക്കാം. നിന്റെ ജീവിതത്തിൽ ആ വായ്ത്തത്വം പ്രാപിക്കാൻ ആമേൻ ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, അമോര്യരുടെ ആമേൻ കാഠിന്യം കുറച്ചുകൂടെ കൂടണം, ആമേൻ വർദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ടാകാം. പല ദൈവദാസന്മാരിലൂടെ ദൈവാത്മാവിൽ നിങ്ങളോട് ദൂത് പറഞ്ഞിട്ടുണ്ടാകാം. ആ പറഞ്ഞ ദൂത് സംഭവിക്കും, ആമേൻ നടക്കും. അല്പസമയം നീണ്ടുപോയേക്കാം. കാര്യം എന്താണെന്നറിയാമോ? അത് പ്രാപിച്ചെടുക്കാൻ ചില സാഹചര്യങ്ങൾ ഒരുക്കപ്പെടണം. ആ സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടാൽ നിശ്ചയം അത് സംഭവിച്ചിരിക്കും. ഇന്ന് രാത്രി പല ദൂത് കേട്ടിട്ടോ ആമേൻ എന്തുകൊണ്ട് കർത്താവെ സംഭവിക്കുന്നില്ല, എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല, എന്റെ തലമുറയോടോ, എന്റെ കുടുംബത്തോടോ, എന്റെ കൂട്ടായ്മയോടോ, എന്റെ സഭയോടോ, എന്റെ ദേശത്തോടോ ദൈവം പറഞ്ഞ ആലോചന ദൂതോ ഇതുവരെ വെളിപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഭാരത്തോടെയായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ആമേൻ, ഞാൻ ദൈവാത്മാവെ വിളിച്ചു പറയാ, പ്രിയരെ, സമയം അല്പകട നീണ്ടുപോയേക്കാം, പക്ഷേ ദൈവമാണ് പറഞ്ഞതെങ്കിൽ, ദൈവാത്മാവാണ് അരുളി ചെയ്തതെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം അവൻ ഗതിഭേദത്താൽ ആച്ഛാദനമുള്ളവനല്ലെന്നോ. സ്തോത്രം. അത് സംഭവിക്കുമെന്നേ, അത് സംഭവിച്ചിരിക്കും. ആമേൻ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ വിഷയത്തിന്റെ മേൽ ഭാരത്തോടെയാണോ ദൈവാത്മാവ് സംസാരിക്കുകയാ? ആമേൻ. അത് നടക്കും, നിശ്ചയം നടക്കും, നിശ്ചയം നടക്കും. ആമേൻ. കർത്താവാണ് പറഞ്ഞെങ്കിൽ അത് നടക്കും, നിശ്ചയം. 430 സംവത്സരങ്ങളുടെ നീണ്ടുപോയെങ്കിലും ദൈവം പറഞ്ഞതുപോലെ ആ കഠിന ശോധനയുടെ നടുവിലും ദൈവം അവരെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. ദൈവം അവരെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു. ആമേൻ. അങ്ങനെ അവര് വർദ്ധിച്ച് പെരുകി വർദ്ധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ആമേൻ. സ്തോത്രം. ഈ കൈപ്പേറിയ അവസരത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നാളുകൾ മുന്നോട്ട് പോയി. ആമേൻ. സ്തോത്രം. പല പ്രവൃത്തിയിലൂടെ ആമേൻ ഇവരുടെ സമയം ആ ദൈവത്തിന്റെ പ്രവൃത്തി അടുത്തു വന്നു കഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. മോശയെ ദൈവം തൊട്ടു. ആമേൻ. ദൈവം മോശയോട് പറഞ്ഞ്, ഞാൻ വേഗത്തിൽ പോവുകയാണല്ലോ, നമ്മുടെ സമയം അവസാനിക്കാറാകുകയാണ്, എനിക്ക് കുറെ കാര്യങ്ങളിലൂടെ പറയാനുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പോകുക. സ്തോത്രം. ആമേൻ. അപ്പോ
മോശയോട് ദൈവം പറഞ്ഞത്, മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായിട്ട് പറയുന്നൊരു കാര്യമുണ്ടോ, ഞാൻ അവരുടെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. സ്തോത്രം. അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. അത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ്. 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ് പറയുന്നത്, യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. സ്തോത്രം. നോക്കണമേ, ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ആമേൻ. ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ, ആമേൻ, ഒരു പ്രാവശ്യം കരഞ്ഞാൽ, അവൻ ആ നിലവിളി ഒരു പ്രാവശ്യം ഉയരത്തിലെത്തിയാൽ അവൻ 2 പ്രാവശ്യം തിരിഞ്ഞു നോക്കുമെന്ന്. സ്തോത്രം. മനസ്സിലായില്ല? ആമേൻ. നിന്റെ നിലവിളി, നിന്റെ കണ്ണുനീർ, നിന്റെ നിലവിളിയുടെ ശബ്ദം ഉയരത്തിൽ ഒരു തവണ എത്തിയാൽ അവൻ 2 തവണ അത് നോക്കിക്കാണുമെന്ന്. അവിടെ അങ്ങനല്ല പറഞ്ഞേ, ഞാൻ അവരുടെ കഷ്ടത കണ്ടു. സ്തോത്രം. അവരുടെ നിലവിളി ഞാൻ കേട്ടുമിരിക്കുന്നു. എന്നിട്ട് പറയുക, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. പ്രിയരെ, ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ കേൾക്കുക മാത്രമല്ല, അവൻ നമ്മെ കാണുകയും ചെയ്യും. മാത്രമല്ല, നമ്മെ അറിയുകയും കൂടെ ചെയ്യും. സ്തോത്രം. 3 പ്രത്യേകത നമ്മുടെ ദൈവത്തിനുണ്ട്. ഇന്ന് രാത്രി അവൻ എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ, എന്റെ കണ്ണുനീർ അവൻ കാണുന്നില്ലയോ എന്ന് അവൻ സങ്കടത്തോടെ നിലവിളിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാ, നിന്റെ നിലവിളിയുടെ ശബ്ദം ഒരു തവണ അവിടെ എത്തിയാൽ 2 തവണ പോക്കുന്ന ദൈവമാ. സ്തോത്രം. ഇനിയും അത് മാത്രമല്ലെന്നേ, നിലവിളി ശബ്ദം അവിടെ എത്തിയാൽ, അവൻ കേട്ടാൽ അവൻ 2 തവണ നോക്കും. അപ്പോ അവൻ കേൾക്കുന്നവനാണ്, അവൻ നമ്മെ കാണുന്നവനാണ്. 3, അവൻ നമ്മെ അറിയുന്നവനുമാ. നീ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലെന്ന്. എന്റെ താഴോട്ട് വന്ന് 9-ാം വാക്യത്തിൽ പറയാന്ന്, ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണെന്ന്. സ്തോത്രം. കണ്ടോ? ആ സ്ഥലത്തേക്ക് ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണെന്ന്. നിന്റെ കൂടാരത്തിനകത്തിരുന്നു കൊണ്ട് നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദം ഉയരത്തിലെത്തിയ എന്റെ ദൈവം പറയുന്നത്, ഞാൻ നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരുമെന്ന്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ദൈവവചനമാ പറയുന്നത്, എന്റെ കയ്യിൽ നിന്നൊന്നുമല്ല, വചനം ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. സ്തോത്രം. വിശ്വസിക്കുന്ന ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആമേൻ. നിന്റെ പ്രതികൂല സാഹചര്യത്തിൽ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നെങ്കിൽ നിന്റെ ശബ്ദം അവിടെ എത്തിയാൽ, ആമേൻ, അവൻ അത് അറിയുന്നവനാ, അവൻ അത് കാണുന്നവനാ, അവൻ ഇറങ്ങി വരുമെന്നോ നമ്മെ അറിയുന്നവനാ. പ്രിയരെ, നമ്മെ കാണേണ്ടവർ കാണാതെ പോകുമ്പോൾ, കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ, നമ്മെ അറിയേണ്ടവർ അറിയാതെ പോകുമ്പോൾ, അവൻ തിരിഞ്ഞൊന്ന് നോക്കാൻ പോലും സന്മനസ് കാണിക്കാതെ വിട്ടകന്നു പോകുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ പറയാ, നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവനെ കൊടുത്ത ദൈവം, അവൻ സകല സ്വർഗീയ മഹിമകളും വെടിഞ്ഞ് നമ്മെ തേടി ഈ ലോകത്തിലേക്ക് വന്ന് കാൽവരി നമുക്ക് വേണ്ടി ജീവൻ തന്നവൻ കാണാതെ പോകത്തില്ലെന്ന്. അവൻ അറിയാതെ പോകത്തില്ലെന്ന്. സ്തോത്രം. കാണേണ്ടവർ കാണാതെ പോകുമ്പോൾ, അവൻ ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് വന്നതുകൊണ്ട് ഞാനൊന്ന് പറയാം. അവൻ ദാവീദ് ഒരിക്കൽ ഓടി ശത്രു രാജ്യത്ത് എന്ന് അവൻ ആ ആഗീശിന്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. നമുക്കറിയാം, ആഗീശന് ഫെലിസ്ത്യനെ കൊന്നത് ദാവീദാ. അവിടെ ചെന്ന് അഭയം പ്രാപിച്ചു. എന്താണെന്നറിയാമോ? ചേർത്ത് നിർത്തേണ്ടവൻ, കൂടെ നിർത്തവന്റെ തള്ളിക്കളഞ്ഞപ്പോ, കൊല്ലാൻ നോക്കിയപ്പോ ശത്രു രാജ്യത്തിലേക്ക് ഓടിച്ചെന്ന് ശത്രുവായിരിക്കുന്ന രാജാവിന്റെ മുമ്പിൽ അഭയം തേടി. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവജന വിശ്വാസത്താൽ ഉറയ്ക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. നിന്നെ കാണേണ്ടവർ കാണാതിരിക്കുമ്പോൾ, അവൻ ചേർത്ത് നിർത്തേണ്ടവർ തള്ളിക്കളയുമ്പോൾ, അവൻ ആശ്വസിപ്പിക്കേണ്ടവർ ആശ്വസിപ്പിക്കാതിരിക്കുമ്പോൾ, കാണേണ്ടവർ കാണാതെ മുഖം മറച്ചു പോകുമ്പോൾ, ആമേ, ശത്രു സൈന്യത്തിന്റെ മധ്യത്തിൽ നീചൻ അകപ്പെട്ടാലും അവിടെ നിനക്ക് മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാവേ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അവിടെയുള്ള പ്രഭുക്കന്മാരിലേക്ക് വന്ന് ആഗീശിനോട് പറഞ്ഞല്ലോ, രാജാവേ, ഈ നിൽക്കുന്നവൻ ആരാന്നറിയാമോ? സ്തോത്രം. ഈ നിൽക്കുന്നവൻ ആരാന്നറിയാമോ?
ആമേൻ ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊല്ലുമെന്ന് പറഞ്ഞു. ആമേൻ യെരൂശലേം, ആമേൻ ഇസ്രായേലില് കന്യകമാരെല്ലാം കൂടെ പാടി സ്തുതിച്ചത് ഇവനെയാണോ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആമേൻ ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാ. ആമേൻ ശത്രു സൈന്യത്തിലും ശത്രുവിനെ കൊണ്ട് മേശ ഒരുക്കി നിന്നെ ആദരിപ്പാൻ കഴിയുന്ന ഒരുവനാ നാം സേവിക്കുന്ന ദൈവം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്നാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ എവിടെയായിരിക്കുന്നു അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുവനാ. നിന്റെ സാഹചര്യം ഇന്ന് രാത്രി അവൻ ഭാരത്തോടെ, അവൻ ശാരീരിക ക്ലേശത്തോടെ ആയിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനിടയായല്ലോ. അവൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആമേൻ നമ്മൾ പ്രാർത്ഥിച്ചല്ലോ വിശ്വാസത്തോടെ. ആമേൻ പറ. ആമേൻ കിടക്കുന്ന കിടക്കയിൽ, ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ, ആമേൻ ഭവനത്തിലാണെങ്കിൽ അവിടെ, ഏത് സാഹചര്യത്തിലും ഇറങ്ങി വന്ന് തൊട്ട് സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി നാം സേവിക്കുന്നത്. ആമേൻ യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. ആമേൻ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. ആമേൻ സ്തോത്രം. അപ്പോ ജീവിതം കഠിനമാക്കി, അവനെ കഠിനമാക്കിയാൽ ഉണ്ടാകുന്ന ഒരു സംഭവം കൂടെ ഞാൻ പറയാം. ജീവിതം കയ്പായി മാറിക്കഴിഞ്ഞാൽ ആമേൻ ഉണ്ടാകുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ 6-ാം അധ്യായത്തിന്റെ 8-9 വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്. സ്തോത്രം. 6-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്. നിങ്ങൾക്ക് അവകാശമായി തരും, ഞാൻ യഹോവയാകുന്നു. മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ട് കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. സ്തോത്രം. ആ 4-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ മോശയെ കണ്ടു. ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കുന്നില്ല, വേഗം പോവാം. മോശയെ കണ്ടു. മോശയെ അഹരോനെയും കൂടെ മിസ്രൈമിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ മിസ്രൈമിൽ ചെന്ന് ദൈവം പറഞ്ഞു വിട്ടു, നീ ഇസ്രായേലിലുള്ള പ്രഭുക്കന്മാരെ വിളിക്കണം, എബ്രായ പ്രഭുക്കന്മാരെ, മൂപ്പന്മാരെ ഒക്കെ വിളിച്ചിട്ട് അവരോട് കാര്യം പറയണം. അങ്ങനെ മോശയും അഹരോനോട് ചെന്നു. അഹരോൻ വിശദീകരിച്ചു കൊടുത്തു. മൂപ്പന്മാരെ വിളിച്ചിട്ട് അവരോട് ദൈവം പറഞ്ഞത്, മോശയോട് പറഞ്ഞതെല്ലാം കൂടെ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് അവർ അടയാളം കൂടെ കാണിച്ചു. അടയാളം കൂടെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു. 4-ാം അധ്യായത്തിന് ആ ലാസ്റ്റ് വാക്കിൽ 30-31 വാക്യങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. മൂപ്പന്മാരോട് എല്ലാം കൂടെ മോശയും അഹരോനും കൂടെ ദൈവം കൽപ്പിച്ച ജനങ്ങളെല്ലാം അഹരോൻ പറഞ്ഞു കേൾപ്പിച്ചു. ജനം കാണുക ആ അടയാളങ്ങളും പ്രവർത്തിച്ചു. അപ്പോൾ ജനം വിശ്വസിച്ചു. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ടു നമസ്കരിച്ചു. സ്തോത്രം. കണ്ടോ, ഈ എത്ര പ്രതികൂലത്തിന്റെ നടുവിലായാലും, എത്ര പ്രയാസത്തിന്റെ നടുവിലാണേലും, പ്രതിസന്ധി എത്ര ഉണ്ടെങ്കിലും ഈ അത്ഭുതവും അടയാളവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടോട്ടങ്ങ് വീഴും, അല്ലേ? സ്തോത്രം. ആമേൻ. കൈവക്കണ്ട, ആമേൻ സ്തോത്രം പറഞ്ഞിരുന്നാ മതി. ആമേൻ. ഈ അല്പ അടയാളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്പ വിളിച്ചു നോക്കണ്ട, അയ്യോ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടോട്ടങ്ങ് വീഴും. അതുകൊണ്ടല്ല ഇപ്പം പെരുകുന്നത്. സ്തോത്രം. ആമേൻ. ഒത്തിരി പേര് ഞാൻ അവിടെ നിന്നാ എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, ഞാൻ വിടുകയാണ്. സ്തോത്രം, 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 സ്തോത്രം പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ആമേൻ. അപ്പൊ ഇവരാദ്യം അങ്ങ് വിശ്വസിച്ച് ഈ അടയാളം എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ദൈവം നമ്മെ സന്ദർശിച്ചു, വിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വിശ്വസിച്ചു. ഈ വിശ്വസിച്ച പുള്ളികളാണ് എന്ത് ചെയ്തത്? അല്പം കൂടെ കഴിഞ്ഞപ്പോ ശോധന കൂടി. അപ്പൊ സാധാരണ ദേവാസന്മാരൊക്കെ പറയുന്ന മോശമാണെങ്കിലും ഞാനങ്ങ് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഓർത്തു പറയുക. സൈക്കിളെ വാ, പിന്നെ ബൈക്കേ പോകാം, പിന്നെ ബൈക്കേ വന്നാൽ കാറേ പോകാം. 1 നില 2 നിലയാകും, 2 നില 5 നിലയാകും, ഏക്കർ കണക്കിന് വരും. പണ്ടൊക്കെ ആയിരുന്ന മഞ്ഞ് പെയ്യുന്ന, ഇപ്പൊ ഐസ് പെയ്യുന്ന. ഇപ്പൊ ഐസും വേണ്ട മഞ്ഞും വേണ്ടതായി. കാരണം അവിടോട്ട് പോയവരൊക്കെ നിലവിളിച്ചുകൊണ്ട് എങ്ങനെങ്കിലും വിട്ടാൽ മതി എന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ അങ്ങനെയല്ലെന്ന് തോന്നുന്നു. ഇനി എങ്ങനെയാലും വേണ്ട, ഞാൻ വിമർശിക്കുകയോ കുറ്റം പറയുകയോ ഒന്നുമല്ല. ദയവായിട്ട് ദൈവവാസന്മാരെന്നെ ക്ഷമിക്കണമേ. ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ആളാ. ഞാൻ എല്ലാ ദിവസവും എന്റെ പ്രാർത്ഥനയെ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമാണ്, കർത്താവ് വിശേഷാൽ പ്രവചനാത്മാവിനെ വാഞ്ചിപ്പീ എന്ന് പറയുന്നത് കൊണ്ട്, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുകൊണ്ട് ഞാനും അത് വാഞ്ചിക്കുന്ന ആളാ. കൃപ വരണമേ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. വിമർശിക്കുന്നവനല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ കേട്ട് വിശ്വസിച്ചു. പക്ഷെ ശോധന കൂടിയെന്നേ. 5-ാം അധ്യായം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതാ വായിക്കണം. 5-ാം അധ്യായത്തിൽ മൊത്തത്തിൽ എങ്ങനെയാ? ഇവരെല്ലാം കൂടെ പറഞ്ഞു, ഇവരെല്ലാം കൂടെ മൂപ്പന്മാരും ജനം എല്ലാം കൂടെ വിശ്വസിച്ച് കൈയടിച്ച് പാസ്സാക്കി കവണ്ണങ്ങ് വീണു. സ്തോത്രം. വീണിട്ട് ആമേൻ വിശ്വസിച്ച് അങ്ങോട്ട് പോയി. ഇത് വിശ്വസിച്ച് കഴിഞ്ഞപ്പോ ശോധന കൂടി, കഠിനവേലയായി. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തെ കണ്ടിട്ടും ആമേൻ സ്നാനപ്പെട്ടിട്ടും ആത്മനിറവ് പ്രാപിച്ചിട്ടും
ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ശോധനയെ ഉള്ളല്ലോ, ആമേൻ, പ്രതികൂലങ്ങളെ ഉള്ളല്ലോ, ആമേൻ, കൈ തൊടുന്നതൊക്കെ പ്രശ്നങ്ങളാ, കാല് ചവിട്ടുന്നതൊക്കെ വല്ലാത്ത അന്തരീക്ഷമാ, എന്നെ കാണുന്നവരൊക്കെ കുറ്റം പറയുക, ആമേൻ, നിന്നയും പരിഹാസവും മാറുന്നില്ലല്ലോ എന്ന് ഇന്ന് രാത്രി അന്തരാത്മാവിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോ, ആമേൻ, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെന്ന്. സ്തോത്രം. ആമേൻ, ദൈവം കണ്ടിട്ടുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ശോധന കൂടി അല്പം കൂടെ അങ്ങോട്ട് പോയി മോശ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ആമേൻ, ഇവരെല്ലാം കൂടെ വഴി വെച്ച് ഇവരുടെ പ്രമാണികൾ മോശയെ കണ്ടെന്ന മോശ അവരെ കൂടെ ഇനി പിടിച്ചു. നമ്മൾ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. കാരണം പ്രവചനം പറഞ്ഞ് ഇന്ന ആഴ്ചയിൽ ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന വിടുതൽ നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അതും കഴിഞ്ഞ് അപ്പുറവും കൂടെ കഴിഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താ നോക്കുന്നേ? നമ്മൾ ദൈവത്തെയൊക്കെ മാറ്റി അങ്ങോട്ട് ആ പ്രവാചകനെ എവിടെ വെച്ചെങ്കിലും കാണുമെന്ന് നോക്കും നമ്മൾ, അല്ലേ? സ്തോത്രം. രണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ ആയിരുന്നു ഇവരും. നമുക്ക് പിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ. സ്തോത്രം. ഓക്കെ. ഇവരും വഴിയിൽ മോശയെ അഹരോനെയും കൂടെ കണ്ടോണ്ട് ഈ പ്രമാണികളെല്ലാം കൂടെ ചെന്നേച്ച് പറഞ്ഞു, നിങ്ങൾ എന്തോ ഞങ്ങളെ കൊല വാളെടുത്ത് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമാ എന്നൊക്കെ പറഞ്ഞു. അവര് ദൈവത്തോട് എന്ന് വെച്ച് പറഞ്ഞു, കർത്താവ്, ഇതിനാണോ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചേ? സ്തോത്രം. ഇതിനാണോ അയച്ചേ? ഇന്ന് രാത്രി വേദന അനുഭവിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയാം, ആമൻ, ഇത്രയൊക്കെ അധ്വാനിച്ചിട്ടും ഇത്രയൊക്കെ വേല ചെയ്തിട്ടും ഇത്രയൊക്കെ നിന്നിട്ടും കർത്താവേ, ആമൻ, ജനത്തിന്റെ നടുവിൽ നിന്ന് പഴിയാണോ, ദുഷിയാണോ, നിന്നയാണോ, ഞെരുക്കമാണോ, ആമേൻ, 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 പ്രതികൂലങ്ങൾ മാത്രമേ ഉള്ളോ എന്ന് ആമേൻ ചോദിക്കാൻ കാണാൻ ഒരുവനുമില്ലെങ്കിലും നമ്മെ കാണുന്ന ഒരുവനുണ്ടെന്നേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഈ മോശെ മകരവിനോട് ഇവരെല്ലാം കൂടെ പറഞ്ഞത് വഴി വെച്ച് പിടിച്ചു നിർത്തിയിട്ടാ പറഞ്ഞത്. സ്തോത്രം. ഇവർക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഇവർ ചെന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇതിനാണോ ഞങ്ങളെ? ഇപ്പം പലരും ചിന്തിക്കുന്നുണ്ട്, ഇതിനായിരുന്നു ഞാൻ വല്ല ജോലിയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് കുടുംബമായിട്ടൊക്കെ നിന്നതല്ലേ, ഇപ്പൊ വീട്ടുകാരും വെറുത്തു, നാട്ടുകാരും വെറുത്തു, കൂട്ടുകാരും വെറുത്തു, ആരുമില്ലല്ലോ അങ്ങയുടെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിന്നേം പരിഹാസമൊക്കെ ഉള്ളതെന്ന്. ഇല്ലല്ലേ, അതിനൊക്കെ സമാപ്തി വരാൻ പോകുകയാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം അതിനൊക്കെ ഒരു ആർതി കൽപ്പിക്കാൻ പോവുകയാണെന്ന്. സ്തോത്രം. വിടുതൽ ദൈവം അയക്കും. ആമേൻ. അല്ല, ഇങ്ങനെയാണെങ്കിലും യോബ് പറഞ്ഞതുപോലെ ഞാൻ ദേഹസഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണുമെന്ന് ദൈവത്തോട് പറഞ്ഞണം, ദൈവസന്നിധി പറയണം. ദൈവം സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. ആമേൻ. മുഖാന്തരങ്ങളൊക്കെ കർത്താവ് ഒരുക്കും. ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധി ഇരിക്കാം. അപ്പൊ ഈ ജനം അങ്ങോട്ട് ചെന്നു ദൈവത്തോട് ആലോചന പറഞ്ഞു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വിടുക, നീ ചെന്നിട്ട് പറയണം. ആ 6-ാം അധ്യായത്തിലെല്ലാം പറയുന്നത് നിങ്ങളെ ആ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകും. വാഗ്ദത്ത നാട്ടിൽ ചെന്ന് നിങ്ങളെ, ആമേൻ, സ്തോത്രം, അവിടെ ആക്കും, പാലും തേനും ഒഴുകുന്ന ദേശത്തോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ പിതാക്കന്മാരെ അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോടും ദൈവം ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കാൻ പോവുകയാണ്, നിങ്ങൾ ധൈര്യപ്പെടുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവർക്ക് ധൈര്യപ്പെടാൻ പറ്റുമോ? ഇവർക്ക് ധൈര്യപ്പെടാൻ എങ്ങനെയാണ്ട്? നമ്മളിങ്ങനെ വായിച്ച്, എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ലെന്ന്. സ്തോത്രം. ആമേൻ. ജീവിതത്തിൽ പ്രതികൂലം ഏറി നിൽക്കുമ്പോൾ നമ്മൾ പറയും സാരമില്ല. ഈയിടെ ഞാൻ ഫേസ്ബുക്കിൽ എവിടോ ആരോ എഴുതിയ ഒരു കുറിപ്പ് ഇങ്ങനെ കണ്ടു. എന്തെങ്കിലും വിഷയം പറയുമ്പം പ്രാർത്ഥിക്കാതെ പറയുന്നതെങ്കിൽ ആ വ്യക്തി അങ്ങോട്ട് 10 പൈസയുടെ ഉപകാരമില്ലെന്ന് ചിന്തിച്ചാൽ മതി. അതിനുള്ള മറുപടിയാണെന്ന്. സ്തോത്രം. ഞാൻ ഇച്ചിരി നേരം ആ എഴുതി വെച്ചേക്കുന്ന വാക്കിലോട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയിരുന്നു. സ്തോത്രം. നോക്കിയപ്പോ ഏകദേശമൊക്കെ സത്യം പോലെ എനിക്കും തോന്നി. നമ്മൾ ആരെ കണ്ടാലും പ്രാർത്ഥിക്കാം കേട്ടോ, ധൈര്യമായിട്ടിരിക്കും. ആ പറഞ്ഞതല്ലാതെ പിന്നെ ആ ഒരു കാര്യം പോലും ഓർമ്മ വരുത്തില്ലെന്നുള്ളതാണ്. സ്തോത്രം. അപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കാം, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിടും. പ്രാർത്ഥിക്കുക പോലും ഇല്ല. എന്നാൽ ആ പ്രതികൂലത്തിൽ നമ്മളൊന്ന് തൊടുപോലും ഇല്ല. അപ്പോ ഇവർക്ക് ഈ മനോവിഷമം വേദന എല്ലാം കൂടെ കൊണ്ട് ഇങ്ങനെ വല്ലാതെ ഭാരത്തിലായിരിക്കുമ്പോൾ മോശ പാലൊഴുകുന്നെന്നോ തേനൊഴുകുന്നെന്നോ അബ്രഹാമിന്റെ ദൈവമാണെന്നോ ഇസഹാക്കിന്റെ ദൈവമാണെന്നോ ഒന്നും പറഞ്ഞാലും ഇവർക്ക് പറ്റത്തില്ല. ഇവർക്ക് ആ ഇഷ്ടിക എണ്ണ വെച്ചിട്ട് കുറച്ച് കൊടുക്കുവോ, അല്ലെങ്കിൽ ആ കഠിനവേല ഒന്ന് കുറച്ചാൽ മതി എന്നൊക്കെയാ. നമുക്ക് നിത്യതയോ ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ അങ്ങ് അക്കരെ ചെല്ലണമെന്ന് കർത്താവ് പറഞ്ഞേക്കുക. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്റെ ക്രൂശ് എടുത്ത് ആമേൻ എന്റെ പിന്നാലെ വരിക. അപ്പൊ നമ്മൾ പറയാം, കർത്താവ്, ഈ ക്രൂശ് എടുക്കാനും കഷ്ടമൊന്നും എനിക്ക് വയ്യ. ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് ചോദിച്ചാ, ഇതുവരെ എനിക്ക് ശമ്പളം 1000 ഉള്ളായിരുന്നു, അതൊരു 5000 എങ്കിലും ആകണം.
പിന്നെ ഒരു നില വീടേ ഉള്ളായിരുന്നു, അതെനിക്കൊരു 2 നിലയെങ്കിലും ആകണം. ഒരു കാറേ ഉള്ളൂ, 2 വേണം. ഒന്ന് വേണ്ട, ഞാൻ വിശദീകരിക്കുന്നില്ല, പോട്ടെ. ഇതിനൊക്കെ ഇങ്ങോട്ട് വന്ന അന്നേരം ഇങ്ങോട്ട് പറയുക, സ്തോത്രം, എന്താ ക്രൂശ് എടുക്കാനും ഇങ്ങനെ കഷ്ടങ്ങളിലൂടെ പറ്റുന്ന കാര്യമാണോ? സ്തോത്രം. ഒരുത്തൻ കർത്താവിന്റെ അടുക്ക ചെന്നേച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിത്യജീവൻ അവകാശിയാകാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണത്തിലെ പ്രമാണം എല്ലാം കൂടെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അയ്യോ അല്ലെ, ഈ മനുഷ്യൻ പറഞ്ഞു, അയ്യോ അത് പണ്ട് ഞങ്ങള് ഇതിൽ ഇറങ്ങിയിട്ട് നാളെത്ര എന്നറിയാവോ കർത്താവ്, ഞങ്ങൾ പണ്ടേ അതെല്ലാം ചെയ്തു വരുന്നതാ, ഇനി എന്തെങ്കിലും പുതിയതുണ്ടായി പറയാൻ പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, അവനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. സ്തോത്രം. പുള്ളി പറഞ്ഞേ, ന്യായപ്രമാണത്തിൽ പറഞ്ഞേക്കുന്ന കാര്യമൊക്കെ എന്നാലാവുന്നുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്, ഇനിയും ഉള്ളതെല്ലാം കൂടെ വിറ്റേച്ച് അവർക്ക് കൊടുത്തേച്ച് നിന്റെ പുറകെ വരാൻ പറഞ്ഞ നടക്കുന്ന കാര്യമല്ല. അവൻ വിഷമത്തോടങ്ങ് പോയി. ഇപ്പുറത്തൊരു കൂട്ടർ നോക്കി നിൽക്കുക. ആരാന്നറിയാവോ? അരിമ ശിഷ്യന്മാര്. അവര് പറഞ്ഞ്, കർത്താവെ ഈ പരിപാടി നടക്കത്തില്ല, ഈ പരിപാടിയും കൊണ്ട് പോയി ആള് കൂടത്തില്ല, അതുകൊണ്ട് നീ ഇന്നാളിൽ 5 അപ്പം എടുത്തേച്ച് 5000 കൊടുത്തില്ലയോ, ഓരോ കൊട്ട ഞങ്ങൾക്കും തന്നല്ലോ, അങ്ങനെയുള്ള പരിപാടി വല്ലതും നോക്കിയാ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ ഈ കാശും കൊണ്ട് വരുന്നുണ്ട് വിറ്റേച്ചു വാ, ഒന്നുമില്ലാതെ വാ, കുരിശെടുത്തോണ്ട് വാ, കഷ്ടം അനുഭവിക്ക്, ഇതൊന്നും പറഞ്ഞ നടക്കുന്ന പരിപാടിയില്ല. ആള് കൂടണമെങ്കിൽ ഇച്ചിരി വെളിപ്പാട്. ഈയിടെ ഞാനൊന്നും അതൊന്നും ഉദ്ധരിക്കുന്നതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം ദയവായിട്ട്. ഞാൻ അവരെ ഒന്നും വിമർശിക്കുകയോ കളിയാക്കുന്നൊന്നും അല്ല. ഈ പ്രവചനമൊക്കെ പറയുന്നുണ്ടേ, ഈ ഇച്ചിരി ഗുമ്മ് വേണമെങ്കിൽ, ഒരു ഗുമ്മൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരെ കേട്ട് ഒത്തിരി പേര് പറയുന്നത് കേട്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇപ്പം വിടുതല, ഇന്ന് വിടുതല, ഇപ്പം വാരപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ ഇച്ചിരി അപ്പമൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് സൗഖ്യമൊക്കെ ആക്കി ഒരു ഇതൊക്കെ ആക്കിയാല് ആള് കൂടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇവരാകപ്പാടെ പത്രോസൊക്കെ വിചാരിച്ചത് നമ്മളെ നേതാവാക്കും, 2 പേരൊരു അമ്മ വന്നേച്ച് റെക്കമെൻഡ് ചെയ്ത് അപ്പുറവും ഇപ്പുറവും ഇരുത്തണം. അപ്പൊ ഇതെല്ലാം കൂടെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോ അവരോട് പറയുക, ഉള്ളതൂടെ പോവല്ലോ. ഇപ്പൊ പത്രോസ് ചിന്തിച്ചാണ്, വള്ളം വിട്ടത് വെറുതെ ആയിപ്പോയി, വല വിട്ടത് വെറുതെ ആയിപ്പോയി. വിട്ടെന്നല്ല, പലരും പറയുന്നത് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നാ. അമ്മായിയമ്മയുടെ പെണ്ണുമുള്ള വീട് അതിന്റെ കരയ്ക്കായിരുന്നല്ലോ, അവിടെ ഇരിപ്പുണ്ടെന്നാ. പുള്ളി ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ വള്ളം കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോ നമുക്കും ഇതൊക്കെയാണെന്ന് ആഗ്രഹം. ഈ കഷ്ടതയും പ്രതികൂലവും പ്രയാസവും ഒന്നും പറയാതെ ഈ 5 അപ്പം എടുത്തിട്ടേ ഒരു 5000 പേർക്ക് കൊടുത്ത വർധനമാണല്ലോ. നമ്മുടെ എല്ലാം ശരീരത്തെ പോഷിപ്പിക്കാനാണ് നമുക്ക് വേണ്ടതെന്ന്. നമ്മുടെ ശരീരത്തിന് ഈ ലോകത്തിലുള്ളതിനെ വർദ്ധിപ്പിക്കാൻ ഏതെല്ലാം ദൂത് കേൾക്കാമോ, ഏതെല്ലാം മെസ്സേജ് കേൾക്കാമോ, അവിടാണ് ആള് കൂടുന്നത്. അതാ, ഓക്കെ, ഞാനത് പറഞ്ഞങ്ങ് വിടുക. സോദരം, അപ്പൊ ഈ മനസ്സിലെ വേദനയും കഷ്ടതയും പ്രയാസവും എല്ലാം കൂടെ കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാല് ഈ പറയുന്ന ദൂതൊന്നും അങ്ങോട്ട് കയറത്തില്ല. അത് നിങ്ങളുടെ കുറ്റമല്ല, എന്റെയും കുറ്റമല്ല, പണ്ട് തൊട്ടേ വന്നതാ. ഉള്ളുമൊത്തം പ്രയാസം കൊണ്ടിരിക്കുക. ആമേൻ, സ്തോത്രം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈവനിങ് നൈറ്റ് ഡ്യൂട്ടിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും, അയ്യോ പാസ് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞങ്ങ് പോവാ, ഇത് എപ്പം നിർത്തും എന്നുള്ളൊരു ചിന്തയിലിരിക്കുക. നാട്ടിലാണെങ്കിൽ സമയം 1:30 ആയെന്ന് തോന്നുന്നു. ഇതൊന്ന് നിർത്തിയിട്ട് വേണോ എനിക്കൊന്ന് കിടക്കാൻ, ഇത് നിർത്തുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാ. എന്ന് പറഞ്ഞതുപോലെ ആമേൻ, പ്രയാസം ഉള്ളിലുണ്ടെങ്കിൽ, പ്രതിസന്ധി ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിടുതലൊന്നും അങ്ങോട്ട് കയറത്തില്ല. ദൈവദാസനെ വചനമൊക്കെ ഞങ്ങൾക്കറിയാം. എന്റെ തലയിലോട്ട് കൈ വെച്ചേച്ച് നാളെ എന്താകുമെന്നൊന്ന് പറ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഞാനൊന്ന് ഗ്ലോറിയോ അല്ലെലിയോ ഒക്കെ പറയാം എന്ന് കരുതും. സ്തോത്രം, ഞാനങ്ങ് വിടുക. അപ്പൊ ഇവര് മനോവേദനയായിട്ട് കഠിനത്തോടെ ഇരിക്കുന്നതുകൊണ്ട് മോശയെ വിശ്വസിച്ചില്ല. പക്ഷേ ഒരു വാക്യം നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തോന്നറിയാമോ? അവർ വിശ്വസിച്ചില്ല എന്നുണ്ട്. റോമാലേഖനം 3-ാം അധ്യായത്തില് അങ്ങനെ ഒരു വാക്കുണ്ട്. എന്തോന്നറിയാമോ? ആമേൻ, അവർ വിശ്വസിച്ചില്ല എന്ന് കരുതി അവരുടെ അവിശ്വാസ ഹേതുവായി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമുണ്ടോ? ഒരു നാളുമില്ലെന്നേ. സ്തോത്രം, ഒരു നാളുമില്ല. അവരുടെ അവിശ്വാസവും മനോവേദനയും കാഠിന്യതയും പ്രശ്നവും പ്രതികൂലവും ഒക്കെ കൊണ്ട് ഈ ജനം വിശ്വസിച്ചില്ലെങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്തതിനെ ദൈവം നിവർത്തിച്ചു. മോശയോട് മകരോനോട് പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാ, ഇവരുടെ കയ്പിനെ ഞാൻ മാറ്റാൻ പോകുകയാ, ഇവരുടെ മനോവേദനയെ ഞാൻ മാറ്റാൻ പോകുകയാ, നീ പോ, പറയേണ്ടവരോട് പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു 10 ബാധകൾ അയച്ചു. അവൻ ഈ ജനത്തെ വിടുവിച്ചു. ഈ ജനം അവൻ യാത്രയായി. അവൻ അവസാനം ചെങ്കടല് കഴിഞ്ഞു. ആമേൻ, അതും കഴിഞ്ഞ് അക്കരെ കയറി. അയ്യോ, ജീവൻ തിരിച്ചു കിട്ടിയെന്നുള്ളൊരു സമയം. ഈ കടലിന്റെ കരയിലോട്ട് വന്നപ്പോഴും ഇവര് തിരിച്ച് കയ്പിലോട്ട് പോയി. എന്താണെന്നറിയാമോ? റോഡ് നോക്കിയപ്പോ അവരെല്ലാം കൂടെ ചെണ്ടയും കൊട്ടി വരിക. സ്തോത്രം.
ഇപ്പുറത്ത് നോക്കിയപ്പോ കടല, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്തപ്പം പഴയ കയ്പ് വീണ്ടും വന്നു. ഈ ഈ നമ്മൾ എത്ര രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇച്ചിരി പെതുക്കെ പറയാം. സ്വോത്രം. ആമേൻ. ഈ ആത്മനിറവ് പ്രാപിച്ചെന്ന് പറഞ്ഞാല് പണ്ടത്തെ ചില കയ്പൊക്കെ, സ്വോത്രം, അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ കയറി വരാറുണ്ട്. സ്വോത്രം. പ്രാർത്ഥിച്ചതിനെ ശാസിച്ചാൽ മതി, അത് പൊക്കോളും. ഓക്കെ. അപ്പൊ ഇവര് ഈ കടലിന്റെ അവിടോട്ട് വന്നപ്പോ വീണ്ടും ആ കയ്പ് കയറി. ഇവര് മോശയോട് പുറപ്പെടുത്തു. ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടാനാണ്, അതിനുള്ള സ്ഥലവും വീടില്ല, നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? പൈസ അല്ലേ? മോശ എന്തെടുത്ത് പഴയതുപോലെ ദൈവത്തോട്, കർത്താവേ അങ്ങാണ് എന്നെ കൊണ്ടുവന്നത്, അങ്ങ് അറിഞ്ഞിട്ടാ ഞാൻ ഇവരെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്, കൈവിടല്ലേ അപ്പാ എന്ന് പറഞ്ഞപ്പോ മോശയോട് ദൈവം ചോദിച്ചു, നീ എന്തിനാ നിലവിളിക്കുന്നേ? സ്വോത്രം. നമുക്കിതേ അറിയത്തുള്ളന്നേ, നമുക്ക് നിലവിളിക്കാനേ അറിയത്തുള്ളൂ. കർത്താവ് പറയാം, നീ നിലവിളിക്കണ്ടെന്ന്. സ്വോത്രം. നിലവിളിക്കണ്ട. കാര്യം എന്താണെന്നറിയോ? ഒരു നിലവിളി അങ്ങ് എത്തിയപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കർത്താവ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ചെങ്കടലും ഒക്കെ മുറിഞ്ഞ് അക്കരെ കയറിയപ്പോ ആമേൻ ഇവര് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. വചനം ഇങ്ങനെ പറയുന്നത്, ആമേൻ മരണം നീങ്ങി ജീവനിലേക്ക് കടന്നിരിക്കുന്നല്ലോ എന്നാ. ബാക്കിയൊന്നും എടുക്കാനും പറയാൻ സമയമില്ല, കൊണ്ട് പറഞ്ഞു വിടുക. നിങ്ങൾ ആമേൻ നോക്കി തപ്പിയൊക്കെ എടുത്തു. സ്തോത്രം. ഓക്കെ. അപ്പൊ ജീവനിലോട്ട് കടന്നിരിക്കാന്നാ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോയി, കൈപ്പൊക്കെ മാറി. ആമേൻ നമ്മുടെ ഒരമ്മച്ചി തപ്പുമൊക്കെ എടുത്ത് നൃത്തം ചെയ്ത് സന്തോഷത്തോടെ ഡാൻസും ഒക്കെ കളിച്ച് ഇവരിങ്ങനെ യാത്രയായി അങ്ങോട്ട് പോകുക. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആമേൻ ഇവൻ എവിടെ എത്തിയെന്ന് അറിയാമോ? സ്തോത്രം. ശൂർ മരുഭൂമിയിലെത്തി. ആമേൻ അവിടെ എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആമേൻ സ്തോത്രം 3 ദിവസം വെള്ളമില്ലാതെ നടന്നു. ആമേൻ സ്തോത്രം. 3 ദിവസം ഇവര് വെള്ളമില്ലാതെ നടന്നു. അങ്ങനെ ഈ 3 ദിവസം വെള്ളമില്ലാതെ നടന്നു കഴിഞ്ഞപ്പോൾ ഇവർ മാറയിലെത്തി. മാറയിലെ വെള്ളം കണ്ടു, വെള്ളമൊട്ട് കുടിക്കാനും വയ്യ. വീണ്ടും കയ്പായി. ഒന്ന് കയ്പ് മാറി, അത് കഴിഞ്ഞ് വീണ്ടും കയ്പിലോട്ട് മാറി. സ്തോത്രം. എന്നിട്ട് ഇവര് പിറുപിറുക്കാൻ തുടങ്ങി. മോശ വീണ്ടും നിലവിളിച്ചു. കർത്താവ് പറഞ്ഞ അടുത്തൊരു മരം നിപ്പുണ്ട്, അതിന്റെ കൊമ്പ് വെട്ടിയിട്ട് അത് ആമേൻ സ്തോത്രം ആ വെള്ളം മധുരമായി മാറെ മധുരമാക്കിയ ദൈവം. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, ജീവിതത്തിൽ ഏതെങ്കിലും പ്രതികൂലത്തിന്റെ നടുവിൽ, ഇല്ലായ്മയുടെ നടുവിലോ, ഞെരുക്കത്തിന്റെ നടുവിലോ, ആമേൻ അല്ല മറ്റുള്ള പ്രയാസത്തിന്റെ നടുവിലോ ജീവിതം കയ്പായി മാറുന്നെങ്കിൽ അതിനെ മധുരമാക്കാൻ ദൈവ കഴിവുള്ളവനാ അവനുണ്ട്. ഞാൻ വേഗത്തിൽ അങ്ങ് പോവാ. കുറച്ച് കാര്യങ്ങളൊന്ന് ഞാൻ കട്ട് ചെയ്തേച്ച് അങ്ങോട്ടങ്ങ് കിടക്കുക. സ്തോത്രം. അടുത്ത ഒരു ഭാഗം വായിക്കുന്നതുകൊണ്ട് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്. സ്തോത്രം. അവൾ ഇങ്ങനെ പറഞ്ഞ്, അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പി. സ്തോത്രം. മാറ എന്ന് വിളിക്കണം. നവോമി എന്ന വാക്കിന്റെ ആ പേരിന്റെ അർത്ഥം ആനന്ദം എന്ന. സ്തോത്രം. സംഭവം അറിയാം, ഞാൻ വിളിക്കുന്നില്ല. ഒരു ക്ഷാമം നേരിട്ടപ്പോൾ മോവാബിലേക്ക് പോയി. അവൾ ഇങ്ങനെ പറഞ്ഞ, നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി തിരിഞ്ഞു വരികയാ. സ്തോത്രം. അവിടെ ചെന്ന് തന്റെ ഭർത്താവ് മരിച്ചു, 2 ആൺമക്കൾ നഷ്ടപ്പെട്ടു. അവൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച ദൈവിക സന്ദർശനത്തിനകത്ത് അതിന് ഭാഗമുണ്ടായിരുന്നു. ദേശത്തെ ദൈവം സന്ദർശിച്ചു. അവളിങ്ങനെയാ പറയുന്നത്, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ടു മടങ്ങിപ്പോകാൻ തന്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. അങ്ങനെ മോവാബ് ദേശത്തുനിന്ന് തന്റെ മൂത്ത മരുമകളുമായിട്ട് ബേതലഹേമിലേക്ക് വരിക. ബേതലഹേമിൽ എത്തിയപ്പോ 1-ാം അധ്യായം 19-ാം വാക്യം. അങ്ങനെ അവർ രണ്ടുപേരും ബേതലഹേം വരെ നടന്നു. അവർ ബേതലഹേമിൽ എത്തിയപ്പോ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത്, കാരണം നവോമി അങ്ങോട്ട് പോയപ്പോ ഇങ്ങനല്ല. അങ്ങോട്ട് പോയപ്പോ നല്ല കറുത്ത മുടി, നല്ല നീളമുള്ള കറുത്ത മുടി, നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങ് താഴെ വരെയുള്ള മുടി, നല്ല സൗന്ദര്യത്തോടെ യൗവനക്കാരിയായിട്ട് അങ്ങോട്ട് പോയി. സ്തോത്രം. മുടിയൊക്കെ നരച്ച് ഒരുപക്ഷെ പല്ലുമൊക്കെ കൊഴിഞ്ഞു കാണും. നിങ്ങൾ ബൈബിളിൽ നോക്കണ്ട, അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. സ്തോത്രം. ഞാൻ എന്റെ ഇതിലങ്ങ് പറയുക. സ്തോത്രം. ഓക്കെ. അപ്പോ മുടിയൊക്കെ കൊഴിഞ്ഞ് വലിയ നീണ്ട മുടിയായിട്ട് പോയത് ഇപ്പം കുറച്ച് മുടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന തോലിയൊക്കെ ചുക്കി ചുളുങ്ങി വല്ലാത്ത കയ്പ് കയറി മനോവേശത്തോടെ മടങ്ങി വരിക. കൂട്ടിന് ഒരാളൂടെ ഉണ്ട്. സ്തോത്രം. അവിടെ വന്ന് ഈ ജനം എല്ലാം കൂടെ പണ്ട് നവോമിയെ കണ്ടവര് ഇപ്പൊ ചോദിക്കുക, അയ്യോ നീ നവോമിയോ? അവര് ശപിച്ചു പോയതാ ഇല്ലേ? പട്ടണം ഇളകിയാ വന്നേ. സ്തോത്രം. ഇളകി വന്നിട്ട് അവളോട് ചോദിക്കുക, നീ നവോമിയാണോ? നമ്മളെ പണ്ട് കണ്ടിട്ടുള്ളവര്
ഇപ്പോ കണ്ടാൽ എങ്ങനെ ഇരിക്കും? എന്നെ കണ്ട സ്തോത്രം ഞാൻ പഴയതിലും കുറച്ചുകൂടെ ഒക്കെ സുന്ദരനായി നല്ലതായിട്ടൊക്കെ ഇരിക്കുക. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലും ഞാൻ ഇച്ചിരൂടെ ഒക്കെ നന്നായിട്ടിരിക്കുക. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് പണ്ട് കണ്ടവർക്കൊന്നും ഇപ്പൊ എന്നെ കണ്ടാൽ മനസ്സിലാകത്തില്ല. അപ്പൊ നവോമി അങ്ങനെയല്ല, അങ്ങ് ക്ഷീണിച്ചു, വല്ലാതായി. അതുകൊണ്ട് ഇപ്പൊ കണ്ടവരെല്ലാം കൂടി, ഈ സ്ത്രീജനെല്ലാം കൂടി ചോദിച്ചു, അയ്യോ ഇവൾ നവോമിയോ? എന്നിട്ട് ആ പേര് കേട്ടപ്പോഴേ നവോമി പറഞ്ഞു, എന്നെ നിങ്ങൾ അങ്ങനെ വിളിക്കരുത്. ആ പേരിന്റെ അർത്ഥം ആനന്ദമെന്ന. എന്റെ ആനന്ദം പോയിട്ട് നാളുകളായി. സ്തോത്രം. ഒന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല, ഒന്ന് ആനന്ദിക്കാൻ കഴിയുന്നില്ല. ആ പറഞ്ഞ പേരിന്റെ അർത്ഥം അവൻ ചിലരുടെയൊക്കെ പേര് ജോയി, സന്തോഷം. ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടില്ല, പേര് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ചിലരുടെ പേര് സന്തോഷം എന്നാ. ഭയങ്കര ജീവിതത്തിൽ സന്തോഷം തൊട്ടു തീണ്ടിയിട്ടില്ല. അപ്പൊ അതുപോലെ ഈ പുള്ളിക്കാരി പറഞ്ഞു, എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്, നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിക്കണം. സ്തോത്രം. പ്രിയരെ, ഒരു കാര്യം ഞാൻ അവിടെ പറയാം, വിശദീകരിക്കുന്നില്ല. ഈ മോവാബ്യ ജീവിതത്തിൽ നാളുകൾക്ക്, ചില വർഷങ്ങൾക്ക് മുൻപ് ജീവിതത്തിൽ വന്ന ഒരു കൈപ്പേറിയ അനുഭവത്തിലൂടെ അവൻ ഒരു ജനപതി പിറക്കാനിടയായി. തൽഫലമായിട്ടൊരു ശാപം ലഭിച്ച് 10ാം തലമുറ പോലും ആലയത്തിന്റെ പടി ചവിട്ടരുതെന്ന് പറഞ്ഞ് ശപിച്ച് മാറ്റി നിർത്തിയതിന് ദൈവം പറയാ, അവൻ സകല ശാപത്തെ മാറ്റി, അവൻ സകല പാപത്തെ ക്ഷമിച്ച് നമുക്ക് വേണ്ടി ഒരുവൻ കാൽവരിയാഗമായി തീർന്നു. അവന്റെ രക്തത്താൽ നമുക്ക് പാപങ്ങളുടെ വീണ്ടെടുപ്പെന്ന മോചനമുണ്ട്. ബോവസിന്റെ മകൻ രൂത്തിൽ ജനിച്ച ആദ്യ പുത്രന ഓബേദ് എന്ന് പറയുന്നത് നമ്മുടെ ദാവീദിന്റെ വല്യപ്പന. സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. അവൻ ദാവീദ് പുത്രനായ യേശുവിന്റെ ആ കുടുംബത്തിലോട്ട് ആലയത്തിനകത്ത് കയറരുതെന്ന് പറഞ്ഞ പഴയ നിയമത്തെ മാറ്റി നിർത്തിയ ഒന്നിനെ ദൈവം വിട്ടില്ലെന്ന് വചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ സ്തോത്രം 1:1 അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങള് രക്താംബരം പോലെ എത്ര ചുമന്നതാണെങ്കിലും ഹിമ പോലെ വെളുപ്പിക്കാം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതെന്ന് സ്തോത്രം വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങണ്ടാകിയാൽ ഏത് രീതിയിൽ മാറ്റി നിർത്തിയാലും സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, കർത്താവ് നമ്മെ മടക്കിക്കൊണ്ടുവരാനിടയായി തീരും. സ്തോത്രം. ഞാൻ ആ ഭാഗം വിടുകയാ. സ്തോത്രം. നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നവോമിയെ മാറ എന്ന് അവര് വിളിച്ചെങ്കിലും സ്തോത്രം, ജീവിതത്തിലെ കൈപ്പേറിയ സാഹചര്യമായിരുന്നെങ്കിലും, കൈപ്പേറിയ വിഷയത്തിലാണെങ്കിലും ഒരു തലമുറയെ ദൈവം അവിടേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നെങ്കിൽ പൗലോസ് ഇങ്ങനെ പറയുന്ന, സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നു എങ്കിലും, ചില ഭാരങ്ങൾ വന്നു എങ്കിലും, ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം, അതൊന്നും നഷ്ടമല്ല, അതൊക്കെ നിത്യതയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. അവങ്ങളുടെ ദൈവത്തിൽ ഉറയ്ക്ക് നഷ്ടങ്ങളെ ഓർത്ത് ഭാരപ്പെടാതെ രാത്രി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ അത് നിത്യതയ്ക്ക് ഒരു മുതൽക്കൂട്ടായി തീരാനിടയായി തീരും. സ്തോത്രം. യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, സ്തോത്രം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആലയത്തിനകത്ത് കടൽക്കരുത്, പടി ചവിട്ടി പോരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആ പാപത്തിന്റെ ആ തിക്താനുഭവത്തെ, ആ കയ്പിനെ ദൈവം മാറ്റിയിട്ട് അകത്തു കൊണ്ടുവരുവാൻ ചിലത് നഷ്ടപ്പെടേണ്ടി വന്നാലും ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, ആ നഷ്ടം ലാഭമായി തീരും. അത് നഷ്ടമല്ല, അത് ലാഭമായി തീരും. നവോമി ആ അപ്പത്തിന്റെ നാട്ടിൽ നിന്ന് മോവാബിലേക്ക് പോയി. തന്റെ ഭർത്താവും മക്കളും നഷ്ടപ്പെട്ടെങ്കിലും ആ ജനപതിയെ ഒരാളിനെ മടക്കി കൊണ്ടുവന്നു. സ്തോത്ര. ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങൾ ചിലതിനെ ദൈവസന്നിധി കൊണ്ടുവരാൻ ഉതകുന്നെങ്കിൽ അത് നിത്യതയ്ക്ക് മുതൽക്കൂട്ടായി തീരും. വചനം എങ്ങനെയാ പറയുന്നത്? ഈ സർവ്വലോകത്തെക്കാളും വിലയേറിയ ഒരാത്മാവ്
അവൻ ഒരാത്മാവിനെ നേടിയാൽ ഈ ലോകത്തെക്കാളൊക്കെ വിലയേറിയതാണെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ കൂട്ടായ്മ വ്യർത്ഥമല്ല, ഈ കൂട്ടായ്മ വെറുതെയല്ല. ആമേൻ. ഒരു വ്യക്തിയെങ്കിലും ആശ്വാസം പ്രാപിക്കുന്നെങ്കിൽ, ഒരു വ്യക്തിയെങ്കിലും നിത്യജീവൻ അവകാശിയായി തീരുന്നെങ്കിൽ, ആമേൻ, സർവ്വലോകത്തെക്കാളും വിലയേറിയതാ. ആമേൻ. ചില നഷ്ടങ്ങൾ ലാഭമായി തീർക്കും. ജീവിതത്തിൽ വന്ന ചില തിക്താനുഭവങ്ങൾ, ആമേൻ, ചില കയ്പിന്റെ അവസ്ഥകൾ, അത് സന്തോഷമാക്കി മാറ്റുന്ന, ആനന്ദമാക്കി മാറ്റുവാൻ ആമേൻ ഇന്നും ആമേൻ ആലയത്തിന്റെ പടി ചവിട്ടരുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിന്റെ പേര് പുസ്തകത്തിൽ വരാൻ ഇടയായതോ. ആമേൻ. യേശുവിന്റെ കുടുംബത്തിൽ സർവ്വലോകത്തിന്റെയും ഉടയവനായ ആമേൻ സർവ്വജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അരുമനാഥന്റെ ആ കുടുംബത്തിൽ പിറക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ, പ്രിയരേ, നമ്മളും പാപത്തിന്റെ അന്ധകാരത്തിലായിരുന്നല്ലോ, കുടുംബ ചേറ്റിലായിരുന്നു. ആലയത്തിന്റെ പടി കടക്കുവാൻ, ഈ കർത്താവിനെ കാണുവാൻ ഒരു യോഗ്യതയില്ലാതിരുന്നപ്പോൾ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട്, നമ്മുടെ അകർച്ചകളെ വഹിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി കാൽവരി യാഗമായി തീർന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആമേൻ. സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായം. ആമേൻ. സ്തോത്രം. അതിനുമ്പ് ഒരു വാക്യം വായിക്കട്ടെ. എഫേസ്യ ലേഖനം, സ്തോത്രം, 4-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ വായിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മാനസരവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. സ്തോത്രം. പാസ്റ്റർ ഇത്ര നേരമൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കയ്പൊക്കെ മാറുമെന്നൊക്കെ പറഞ്ഞു. ഇനി അങ്ങോട്ട് കടക്കല്ലേ എന്നാണ് ചിന്തിക്കുന്നെങ്കിൽ അതുകൂടെ പറഞ്ഞ് നിർത്താൻ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. എന്നെ കൂടെ ചേർത്താ പറയുന്നത്. സ്തോത്രം. ആമേൻ. വചനം ഇങ്ങനെയാ പറഞ്ഞത്. ആമേൻ. സ്തോത്രം. ഇതുവരെ കയ്പ് മാറ്റുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടത്. ഇനി കയ്പ് നാം മാറ്റണം. ദൈവത്തിന് മാറ്റാൻ പറ്റുന്നതുകൊണ്ട്, നാം തന്നെ മാറ്റാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. എന്താ വായിച്ചത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞ് പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. സ്തോത്രം. വിശദീകരിക്കാൻ ഒത്തിരി ഉണ്ട്. ഇപ്പോഴും കയ്പ് ജീവിതത്തിൽ ഇല്ലേ? സ്തോത്രം. ഒരുവന് മറ്റൊരുവനെ കണ്ടുകൂടാ. ഒന്നുകൂടെ പറയാം, എന്നെക്കായി നന്നായി ഒരാൾ പ്രസംഗിക്കുന്ന കണ്ട, എനിക്കാണ് പ്രസംഗിക്കാൻ അറിയത്തില്ല, എന്നാലും എനിക്കൊരു ഇച്ചിരി പ്രയാസമാണ്. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ ഉള്ള, ഈ സൗദിയിലൊക്കെ ഉള്ള ഞങ്ങളുടെ ദേവാസന്മാരുടെ എല്ലാം ഒരു ചോദ്യമുണ്ട്. ആ ദേവാസനം എങ്ങനെയുണ്ട്? കൂട്ടായ്മയൊക്കെ സുഖമായിട്ട് പോകുന്നു. എത്ര പേരുണ്ട് എന്നാ വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ടോ എന്നറിയാൻ ആ ചോദ്യം. സ്തോത്രം. എത്ര പേരുണ്ട്? സ്തോത്രം. അപ്പൊ അവരെക്കാൾ കൂടുതലുണ്ടെന്നറിഞ്ഞ സ്തോത്രം. സ്തോത്രം. ഒരു നെഞ്ചിടിപ്പ്. അപ്പൊ എല്ലാ തലത്തിലും ഉണ്ടെന്നേ. നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും, മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാലും, ആത്മനിറവ് പ്രാപിച്ചെന്ന് പറഞ്ഞാലും എല്ലാം ഇങ്ങനെയാ. സ്തോത്രം ഉണ്ട്. ഞാൻ ഒരു കാര്യം ഇങ്ങനെ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ സമയം കൂടെ ഇങ്ങനെ പോവുമല്ലോ. സ്തോത്രം. ഓക്കെ, ഒരു 5 മിനിറ്റിനുള്ളിൽ നിർത്താൻ. ഞാൻ ഒരിക്കലേ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട്, ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നാട് വിട്ടിട്ട് കുറച്ചായോണ്ട്, ഈ ചിട്ടി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ചിട്ടി എല്ലാം അറിയാം. നമ്മുടെ നാട്ടുകാരെല്ലാം കൂടി ഇങ്ങനെ ഒരു നിശ്ചിത തുക എല്ലാ മാസവും കൊണ്ടുവന്ന് ഒരാളുടെ കൊടുക്കും. അതെല്ലാം കൂടെ ഒരാൾ സ്വീകരിച്ചു വെക്കും. ചിലപ്പോൾ ഒരാൾക്ക് ഒരു മാസത്ത് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചിട്ടി തീരുന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെ ചിട്ടി പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഈ ചിട്ടിയും കോഴിമുട്ട വിറ്റും വാഴയില വിറ്റും ഒക്കെ ആയിരുന്നൊക്കെ കാര്യങ്ങൾ ഓടിച്ചൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പറയുന്നതൊക്കെ നാണക്കേട് ആൾക്കാർ, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്കൊക്കെ അത് പറഞ്ഞേ പറ്റുള്ളൂ. സ്തോത്രം. അപ്പോ അങ്ങനെ ഒരു ചിട്ടി ഒരമ്മച്ചി. അപ്പൊ അമ്മച്ചി ഉള്ളത് ഈ കോഴിമുട്ട വിറ്റു, അതും ഇതും എല്ലാം കൂടെ വിറ്റു, എല്ലാം കൂടെ കിട്ടുന്നതൊക്കെ ഇങ്ങനെ ഒരു ചിട്ടി ഒരു കാര്യമാകുമല്ലോ എന്നൊക്കെ കണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പൈസ കൊണ്ടുവന്ന് ഒരാളെ ഏൽപ്പിച്ചു. ഈ ചിട്ടി തിരിച്ചു കൊടുക്കേണ്ട സമയമായപ്പോ ഈ അമ്മാമ്മ അങ്ങ് മുങ്ങി എന്ന് പറഞ്ഞ് മനസ്സിലായില്ല, എവിടാന്നൊരു ഐഡിയ ഇല്ല. മുങ്ങി പോയി. നാളുകൾ പോയി, നെഞ്ചത്തടിച്ചും കരഞ്ഞും വിളിച്ചും ഒക്കെ ആ അമ്മച്ചി ഇങ്ങനെ വീണ്ടും ജീവിതം മുട്ട വിറ്റും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി വന്ന് ഒരിക്കൽ ഒരു കൺവെൻഷന് പോയി അമ്മച്ചി.
ഈ പൈസ ചിട്ടി നഷ്ടപ്പെട്ട അമ്മച്ചി കൺവെൻഷന് പോയി. കൺവെൻഷന് പോയി ഇങ്ങനെ എന്താ ദിശയാവേ ദൈവത്തിൽ സേവ എന്ന് പറഞ്ഞ് പാട്ടുപാടി കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ അടുക്കക്കടി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് എത്ര ആത്മാവിൽ ആരാധിച്ചാലും എത്ര കണ്ണടച്ചാലും നമ്മളിങ്ങനെ നോക്കുമല്ലോ. അപ്പോ ഇങ്ങനെ അമ്മാമ്മ നോക്കിയപ്പോ, ഈ അമ്മച്ചി നോക്കിയപ്പോ കണ്ടു മറന്നൊരു ആള് മുഖം. അപ്പൊ ഇങ്ങനെ പാട്ടും കൈയുടെയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ചൊക്കെ ഇങ്ങനെ നോക്കിയപ്പോ മനസ്സിലായി പണ്ട് ചിട്ടിയായിട്ട് മുങ്ങിയ ആ ആളാണ്. സ്തോത്രം. അമ്മച്ചി കയ്യടി നിർത്തി, എന്താ ദിശാമയും വിട്ടു. എന്നിട്ട് ഇങ്ങനെ എവിടാ പോയിരിക്കുന്നതെന്ന് നോക്കി അപ്പൊ ഒരു 3-4 സീറ്റിന് മുന്നിൽ ആ ആള് പോയിരുന്നു. നോക്കി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരുവനെ തന്നെ നനച്ചിരുന്ന വരുന്നല്ലോ വന്നല്ലോ. നമ്മുടെ ഹൃദയം എവിടാണ്, അല്ലെ നമ്മുടെ നിക്ഷേപം എവിടാണോ അവിടെ തന്നെ നമ്മുടെ ഹൃദയം ഇരിക്കുമല്ലോ. അപ്പൊ നിക്ഷേപം അവരിലായിരുന്നത് കൊണ്ട് അവിടോട്ട് തന്നെ കണ്ണു പറിക്കാതെ ഇങ്ങനെ നോക്കിയിരുന്നു. എന്തിനും ഇടയ്ക്ക് സ്തോത്രം ചെയ്യുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാലോ? കർത്താവേ, ഇവള് രക്ഷിക്കപ്പെട്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എന്റെ പഴയ ആ പൈസ തിരിച്ചു കിട്ടുമല്ലോ എന്ന് അങ്ങനെ ആലോചിച്ചിരുന്ന് ആശീർവാദം പറയാൻ തിടുക്കത്തോടെ കാത്തിരുന്നു. കർത്താവേ, നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന പോലെ അന്ന് നിർത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നു. പ്രാർത്ഥന നിർത്തി ആശീർവാദം പറഞ്ഞു. ഈ അമ്മച്ചി ചാടി ചെന്ന പുള്ളിക്കാരിയെ പിടിച്ചിട്ട് പറഞ്ഞു, എടി, ഞാൻ പേര് പറയുന്നില്ല, ഒരു പേരങ്ങ് പറയാം, ചിന്നമ്മ എന്ന് പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന പേരായോണ്ട്. ചിന്നമ്മേ, എടി എന്നെ അറിയോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരി ഇങ്ങനെ, ഏതാ? എടി, അന്ന് നമ്മൾ ചിട്ടി, ഞാൻ ഇന്നടുത്ത് താമസിക്കുന്ന എന്നെ ഓർക്കുന്നുണ്ട്. എടി, നീ രക്ഷിക്കപ്പെട്ടോ? പെട്ടു. എന്നായിരുന്നെടി ഇതൊക്കെ? കുറച്ചാളായി, ഞാനിപ്പം വിശ്വാസിയാ, രക്ഷിക്കപ്പെട്ടു അല്ലോ. എടി, അന്നാ ആ പഴയ ആ പൈസ തരാനുള്ള എടി അത്. പുള്ളിക്കാരി പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, പഴയതെല്ലാം കഴിഞ്ഞുപോയി. സ്തോത്രം. അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ നമ്മൾ പഴയത് കഴിയും. സ്തോത്രം. അത് കഴിയും. ഇങ്ങനെയുള്ള വിഷയം നമ്മളിപ്പോ ഈ വായിച്ച കാര്യമില്ലേ, എഫേസ്യ ലേഖനം 4:30-31 വാക്യങ്ങളിൽ, അത് കളയാൻ വലിയ പാടാ. സ്തോത്രം. എത്ര അങ്ങോട്ട് പോയാലും, ഞാൻ വിട്ടാലും എന്നെ വിടുന്നില്ലെന്ന എനിക്കൊരു വിഷമവും ഇല്ല, എനിക്കൊരു പ്രയാസവും ഇല്ല. നമ്മൾ ചോദിച്ചാൽ എനിക്കൊരു പ്രയാസവും ഇല്ല, ഞാൻ വിട്ടു. പക്ഷെ എന്നെ വിടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? വിടണം. ആ കയ്പ് നമ്മൾ മാറ്റേണ്ടതാണ്. സ്തോത്രം. ഇന്ന് രാത്രി തയ്യാറാകുമോ? സ്തോത്രം. അവൻ എന്നെ അടക്കുവാ പറയുന്നത്. തയ്യാറാകുമെങ്കിൽ അവൻ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവ സകല കയ്പ് നമ്മളിൽ മാറ്റും. നാം മാറ്റേണ്ട കയ്പിനെ നാം മാറ്റിയാൽ ദൈവം മാറ്റേണ്ട കയ്പിനെ ദൈവം മാറ്റാനിടയാകും. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ആശീർവാദം നിർത്താൻ പോവുക. സ്തോത്രം. ആശീർവാദം ഞാനല്ല പറയുന്നത്, ഞാൻ എന്റെ ഈ മെസ്സേജിന്റെ പരിസമാപ്തിയിലേക്ക് വരുത്താമെന്ന് പറയുക. വായിക്കുക. എബ്രായ ലേഖനം 12-ാം അധ്യായം 15-16 വാക്യങ്ങൾ. സ്തോത്രം. ഇങ്ങനെയാ ഞാൻ വായിക്കുന്നു. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കരക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനും ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സമയം ഒത്തിരി മുന്നോട്ട് പോയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. ആ ഭാഗം ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. സ്തോത്രം. ആരും ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത്. പ്രിയരെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നോ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ, അല്ല മറ്റുള്ളവരിൽ നിന്നോ, ദൈവദാസന്മാരിൽ നിന്നോ, എവിടുന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിക്താനുഭവം ഉണ്ടായി എന്ന് കരുതി നിങ്ങൾ ദൈവത്തെ തള്ളിക്കളയരുത്, കർത്താവിനെ തള്ളിക്കളയരുത്. നീ വിശ്വാസം തള്ളിക്കളയരുത്. അവന് ലോകാപവാദം വരുത്തുന്നവരാകരുത്. വളരെ താഴ്മയോടെ ഞാൻ പറയുകയാ. ദൈവസന്നിധി നമുക്ക് നെടുപാട് വീഴാം. കാലം അതിന്റെ അന്ത്യത്തിൽ എത്തി നിൽക്കുകയാ. പ്രിയരെ, നമുക്ക് ഒരുങ്ങ അവന്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കൈപ്പേറിയ ജീവിതത്തെ മധുരമാക്കി തീർക്കുന്ന ഒരു ദൈവസ്നേഹം. അവൻ കാൽവരി നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ കയ്പിനെ മാറ്റാൻ, നമുക്ക് നിത്യത നൽകാൻ, നിത്യജീവൻ അവകാശമായി തരേണ്ടതിന് അവൻ സ്വർഗ ഉന്നതങ്ങളെ വെടിഞ്ഞ് താഴെ ഭൂമിയിലേക്ക് വരുവാനിടയായി. ചില വാക്യങ്ങളോട് വായിച്ച് നമ്മുടെ കർത്താവിനെ ഒന്ന് ഉയർത്തണമെന്ന് എനിക്കുണ്ട്. പക്ഷെ സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്യുകയാ. എന്നിട്ട് ഞാൻ നേരെ സമാപ്തിയിലേക്ക് കൊണ്ടുവരികയാ. നമുക്ക് ആ കാൽവറിയിലേക്ക് ഒന്ന് നോക്കാം.
അവൻ കുറ്റമൊന്നും ചെയ്തിരുന്നില്ല. അവൻ പ്രിയരെ 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു. ആമേൻ. എന്നിട്ടും ഒരു കുറ്റവും കണ്ടില്ല. പീലാത്തോസ് 2 പ്രാവശ്യം വിസ്തരിച്ചിട്ട് അവൻ പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, ഇവൻ നീതിമാനാ. പ്രിയരെ, എന്നിട്ടും അവർ അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും കയ്പ് മാറ്റാൻ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നുപോയ ആമേനെ കയ്പിനെ മാറ്റി, നിത്യമരണത്തെ മാറ്റി നിത്യജീവൻ അവകാശികളാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി കാൽവരി യാഗമായി തീർന്നു. ഇന്ന് രാത്രി ആരെങ്കിലും രോഗത്താലോ ഭാരത്താലോ പ്രയാസത്താലോ ആയിരിക്കുന്നെങ്കിൽ, ആമേൻ, സ്തോത്രം, ജീവിതത്തിൽ കൈപ്പേറിയ ഏതെങ്കിലും അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ആമേൻ, അതിനെ മാറ്റാൻ കഴിയുന്ന ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരി യാഗമായിട്ടുണ്ട്. അവന്റെ ഏകയാഗത്താൽ നമ്മുടെ മരണം മാറി, കയ്പ് മാറി, നിത്യജീവനെ നമ്മെ അവകാശിയാക്കി തീർത്തല്ലോ. ആകയാൽ ഇന്ന് രാത്രി അവൻ നമുക്ക് വേണ്ടി അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിൽ വലച്ച ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാ. എന്നാൽ പ്രിയരെ, അവൻ താമസം വിനാ വരും. അവൻ വരുമ്പോൾ അവന്റെ കാഹളം നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സകല കുറ്റാരോപണങ്ങളും, ആമേൻ, സകല കയ്പും, ആമേൻ, എല്ലാം മാറ്റി ഒരു കയ്പുള്ള വേരും മുളയ്ക്കാൻ ഇടയാകാതെ വണ്ണം നമ്മെ തന്നെ ദൈവസ്നേഹത്തിൽ കാക്കാൻ ഇടയാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകി തന്ന നല്ല ഈ അവസരത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനം അങ്ങനെ ഏൽപ്പിച്ചത് പറയാൻ സ്വർഗം എനിക്ക് കൃപ നൽകിയല്ലോ. അടിയരെ തിരുകരങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ. എന്തെങ്കിലും കയ്പുള്ള വേര് മുളച്ചിട്ട് കലഹമോ പിണക്കോ ഈർഷ്യോ ഒന്നും ഉണ്ടാകാതെ എന്നെ സൂക്ഷിപ്പാൻ കൃപ തരണമേ. ഈ ജനത്തെ തിരുകരങ്ങൾ അടിയൻ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജീവിതത്തിൽ മാനസികമായോ, ആമേൻ, ഏതെങ്കിലും വിഷയത്തിൽ ശാരീരികമായോ ഏതെങ്കിലും തലത്തിൽ കയ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കയ്പിന്റെ അവസ്ഥകളെ മാറ്റി പാറയെ മധുരമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്താൽ ഈ ജനം നിറയപ്പെടട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ, വിശാലതയിലേക്ക് വരട്ടെ. ആത്മീക മന്ന ഇവർക്ക് നൽകി അവ നിത്യതയ്ക്ക് അവകാശികളായി തീരേണ്ടതിന് ദൈവകരങ്ങളിൽ അടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ രാത്രി സ്വർഗം അവരെ സൗഖ്യമാക്കണം. ഞങ്ങൾ ഒന്നിച്ച് നിത്യതയെ കാണേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത്രത്തോളം കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കണം, പരിപാലിക്കണം. മഹത്വം അങ്ങയ്ക്ക്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.